ഞങ്ങൾക്കിപ്പോൾ പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ രക്ഷപ്പെടും, കർത്താവ് ഞങ്ങളെ സഹായിക്കും. ഈ വിശ്വാസം വരുന്നത്, ഈ ബലം വരുന്നത്, ഈ ശക്തി വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവവചനത്തിൽ നിന്നാണ്. മനുഷ്യന്റെ വാക്കുകൾക്ക് നമ്മളെ മാറ്റാൻ പറ്റില്ല. മനുഷ്യന്റെ വാക്കുകൾക്ക് നമ്മളെ ഒരാഴ്ചത്തേക്ക് പിടിച്ചു നിർത്താൻ പറ്റും. മനുഷ്യൻ പറയുന്ന ആശ്വാസത്തിന് ഒരാഴ്ചത്തേക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് നമ്മളെ പിടിച്ചു നിർത്താൻ പറ്റും. മരണം വരെ പിടിച്ചു നിർത്താൻ പറ്റും. കർത്താവിന് വേണ്ടി മരിക്കാൻ ദൈവത്തിന്റെ വചനം നമ്മളെ സന്നദ്ധരാക്കും. ജീവിക്കാൻ ഒരു ശക്തി കിട്ടുന്നത് മനുഷ്യന്റെ ആശ്വാസവാക്കിന് നമ്മെ സഹായിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ ജീവിക്കാൻ ഒരു ശക്തി ദൈവത്തിന്റെ വചനമാണ്. മക്കള് തള്ളിപ്പറയും, മാതാപിതാക്കൾ അറിയില്ലെന്ന് പറയും. ജീവിതം അപ്പാടെ തിരസ്കാരത്തിന്റെയും ഉപേക്ഷയുടെയും കണ്ണുനീരിന്റെയും തിക്താനുഭവത്തിന്റെയും തോരാത്ത വേവിന്റെയും വേദനയുടെയും നാളുകൾ സമ്മാനിക്കും. അന്ന് ആരും ഉണ്ടാവില്ല ആശ്വാസത്തിന്. അന്ന് ആകെ ആശ്വാസം ദൈവമായിരിക്കും. അന്ന് ദൈവം അയക്കുന്ന വചനമാണ് പിടിച്ചു നിർത്തേണ്ടത്. എത്രയോ പേര് ജീവിക്കുന്നു. ഭാര്യ കൈവിട്ടവര്, ഭർത്താവ് കൈവിട്ടവര്, മക്കള് കൈവിട്ടവര്, ജീവിതത്തിൽ കൂടെ കൂട്ടിയവരും കൂടെ കാണുമെന്ന് കരുതിയവരും ജീവിതത്തിന്റെ അവസാനം വരെ ഉണ്ടാകുമെന്ന് വിചാരിച്ചവരുമൊക്കെ പാതി വഴിയിൽ കൈവിട്ടു പോയപ്പോഴും മനസാന്നിധ്യം നഷ്ടപ്പെടാതെ, സമാധാനം നഷ്ടപ്പെടാതെ എത്രയോ പേര് ദൈവത്തിൽ ആശ്രയിച്ച് പ്രസാദത്തോടെ ജീവിക്കുന്നു. അവരെങ്ങനെ ജീവിക്കുന്നതെന്നറിയാമോ? അവർക്ക് ലോകം തരുന്ന ഒരു സമാധാനമല്ലുള്ളത്, ദൈവത്തിന്റെ വചനം തരുന്ന ഒരു ശക്തിയുണ്ട്. ധ്യാനകേന്ദ്രങ്ങൾ പൂട്ടപ്പെട്ടാൽ, വൈദികർക്ക് വിലക്കേർപ്പെടുത്തപ്പെട്ടാൽ, പള്ളികൾ പൂട്ടിയിടപ്പെടാൻ പറഞ്ഞാൽ, മതവിശ്വാസം ഈ രാജ്യത്തെ അംഗീകരിക്കാൻ പറ്റാത്തൊരു നിയമമായി പ്രാബല്യത്തിൽ വന്നാൽ, വചനം കിട്ടാതെ വരും. വചനം കിട്ടാത്തതിന്റെ ക്ഷാമം വരും. ബൈബിൾ ഉണ്ടാവും കയ്യില്, പക്ഷെ വായിക്കുമ്പോൾ വചനം കിട്ടാതെ വരും. അന്നവർ കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും. കർത്താവിന്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തില്ല. അങ്ങനെ വരാം. അതുകൊണ്ട് വചനത്തെ മുറുകെ പിടിക്കണം. ദൈവവചനം കിട്ടാൻ സാധ്യതയുള്ള കാലത്ത് വചനത്തെ ദാഹത്തോടെ ചേർത്ത് പിടിക്കണം. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം പ്രവർത്തിക്കും. ദൈവം നമ്മുടെ കണ്ണുനീരിൽ ഇടപെടും. കർത്താവ് വചനത്തെ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കും. അതെല്ലാം സത്യമാണ്. പക്ഷെ നമ്മുടെ ലക്ഷ്യം അത്ഭുതങ്ങളല്ല, നമ്മുടെ ലക്ഷ്യം അടയാളങ്ങളല്ല. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്. ഈ ജീവിക്കുന്ന സമൂഹത്തിൽ, നമ്മൾ വിശ്വസിക്കുന്ന കൂട്ടത്തിൽ, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ 100-ൽ 99 പേരും സത്യദൈവത്തെ തള്ളിപ്പറഞ്ഞ് കോംപ്രമൈസ് ചെയ്താലും അത് ചെയ്യാതെ നേരെ നിൽക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ അഗ്നി ഇറങ്ങും. യേശുവിനെ ഏകരക്ഷകൻ എന്ന സ്ഥാനത്ത് നിന്നും തള്ളിത്താഴെയിടരുത്. കർത്താവാണ് ദൈവം. ദൈവത്തിന് വില കൊടുക്കണം, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. ഇതുപോലെയുള്ള നഗരങ്ങളിൽ സാത്താൻ സേവകരുണ്ട്. ഇതുപോലെയുള്ള നഗരങ്ങളിൽ മറ്റു പല പൂജാവിധികളുമുണ്ട്. കർത്താവ് ഒരു കാര്യം, ബിസിനസ് തകരുമ്പോൾ, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, മക്കൾ വഴിതെറ്റുമ്പോൾ, മക്കൾ ഏതെങ്കിലും തരത്തിൽ പ്രേമബന്ധങ്ങളിൽ പ്രേമക്കുരുക്കപ്പെടുമ്പോൾ, എനിക്ക് എത്ര ആയിരം പേരുടെ അനുഭവം അറിയാം പ്രിയപ്പെട്ടവരെ. അപ്പോൾ അവർ കർത്താവിനെ മറക്കും, അപ്പോൾ അവർ സഭയെ മറക്കും, വിശ്വാസത്തെ മറക്കും, വിശുദ്ധ കുർബാനയെ മറക്കും. എന്നിട്ട് എവിടുന്നാണോ ഒരു ആശ്വാസം കിട്ടുമെന്ന് ആരെങ്കിലും ഉപദേശിക്കുന്നത് ആ വഴിക്ക് പോകും. യേശുക്രിസ്തുവിനെ കോംപ്രമൈസ് ചെയ്യരുത്, കർത്താവിനെ തള്ളി പറയരുത്. ഏക രക്ഷകനും ഏക കർത്താവും ഏക ദൈവവുമായി നമ്മൾ യേശുവിനെ ഏറ്റുപറയണം. ദൈവത്തെ രണ്ടാമത്തേതായിട്ട് മാറ്റിയിടരുത്. ദൈവത്തിനുപരി നിന്റെ വീട്ടിൽ ഒന്നും ഉണ്ടാവരുത്. ഞാനൊരു രഹസ്യം പറഞ്ഞു തരാം. സമ്പത്ത് ക്ഷയിക്കാതിരിക്കാനുള്ള രഹസ്യം, സമ്പത്ത് വർദ്ധിക്കാനുള്ള രഹസ്യം, സമ്പത്ത് എത്ര കൂടിയാലും നോട്ടം സമ്പത്തി വെക്കരുത്. കർത്താവിൽ വെച്ചാൽ സമ്പത്ത് അവിടെ തന്നെ ഭദ്രമായിട്ടിരുന്നോളൂ. നോട്ടം മാറിയാൽ സമ്പത്ത് ക്ഷയിക്കാൻ തുടങ്ങും. ഒന്നാം സ്ഥാനത്ത് ദൈവത്തെ വെക്കണം. പണം കയറി ഒന്നാമത് വന്നാൽ, അധികാരമോഹം കയറി ഒന്നാമത് വന്നാൽ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള കൊതി ഒന്നാമത് വന്നാൽ, എല്ലാവരെയും പ്രസാദിപ്പിക്കുക എന്ന ചിന്ത ഒന്നാമത് വന്നാൽ, ഏതെങ്കിലും നേട്ടങ്ങൾ ഒന്നാമത് വന്നാൽ, അവിടെ അഗ്നി ഇറങ്ങില്ല, അഭിഷേകം ഇറങ്ങില്ല, അവിടെ വിടുതലുണ്ടാവില്ല. ഒന്നാമത് ദൈവം. വിശ്വാസ പ്രമാണം 33 തവണ നമ്മൾ ചൊല്ലുന്നുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈശോ വീണ്ടും വരും വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? എന്നാൽ നിങ്ങൾ എന്താ ഇങ്ങനെ ജീവിക്കുന്നത്? ഈശോ വീണ്ടും വരുമെന്ന് വിശ്വസിച്ചിട്ട് പിന്നെ എന്തിനാ നിങ്ങൾ അരസെന്റിന് വേണ്ടി വഴക്കിട്ടത്? ഈശോ വീണ്ടും വരും, അവൻ സ്വർഗത്തിൽ എനിക്കൊരു പ്രതിഫലമുണ്ട്. അത് വിശ്വസിക്കുന്നവൻ ഈ മണ്ണിൽ കിടന്ന് അടികൂടുവോ? അവനൊരു അതിരിന് വേണ്ടി അടികൂടുവോ? വീട്ടിൽ തീയിറങ്ങണമെങ്കിൽ, അഭിഷേകത്തിന്റെ തീയിറങ്ങണമെങ്കിൽ ഭാര്യയും ഭർത്താവും 2 ധ്രുവത്തിൽ നിന്നാൽ അത് പറ്റില്ല. വൈദിക മന്ദിരങ്ങളിൽ വൈദികര് വിഭജിച്ച് നിന്നാൽ അത് പറ്റില്ല. കോൺവെന്റുകളിൽ സിസ്റ്റേഴ്സ് വിഘടിച്ച് നിന്നാൽ അത് പറ്റില്ല. സഭയിൽ മെത്രാന്മാർ വിഭജിച്ച് നിന്നാൽ അത് പറ്റില്ല. അച്ഛന്മാര് പല തട്ടിൽ നിന്നാൽ അത് പറ്റില്ല. തീയിറങ്ങണോ? ഒരുമിച്ച് നിൽക്കണം. ജോലി കിട്ടാത്ത നീ, കല്യാണം നടക്കാത്ത നീ, രോഗബാധിതമായ ശരീരമുള്ള നീ, കടബാധ്യതയിൽ നട്ടം തിരിയുന്ന നീ, ഇത് വിശ്വസിച്ചാൽ നിനക്ക് തിരിച്ചു വരാം. വിശ്വസിച്ചാൽ നിനക്ക് എഴുന്നേൽക്കാം. വിശ്വസിച്ചാൽ നിന്റെ കുടുംബത്തിന് വീണ്ടും പുനർനിർമ്മിക്കപ്പെടാം. വിശ്വസിച്ചാൽ തീയിറങ്ങും.
കർത്താവ് 115-ാം സങ്കീർത്തനത്തിൽ 12-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. 115-ാം സങ്കീർത്തനം 12-ാമത്തെ വചനം: കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് ആ വചനം ഏറ്റു പറയാം. കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും. നമ്മൾ ദൈവവചനം ഏറ്റു പറയുന്നത് ശക്തിയാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് വെളിപാട് പുസ്തകം 12-ാം അധ്യായം 11-ാം തിരുവചനം: കുഞ്ഞാടിൻ്റെ രക്തത്താലും സാക്ഷ്യത്തിൻ്റെ വചനത്താലും അവർ സാത്താൻ്റെ മേൽ വിജയം നേടി എന്ന് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞാടിൻ്റെ രക്തത്താലും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനത്താലും. കുഞ്ഞാടിൻ്റെ രക്തം യേശുവിൻ്റെ രക്തമാണ്, കുരിശിൽ ഒഴുക്കപ്പെട്ട യേശുവിൻ്റെ രക്തത്താൽ. അതാണ് കൊളോസോസ് 2:15 പറയുന്നത്. കൊളോസോസ് 2:15: ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി, കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. കുരിശിൽ ഒഴുക്കിയ തിരുരക്തത്താൽ സാത്താന്റെ മേൽ ഈശോ വിജയം നേടി. സാത്താന്റെ ശക്തികളെ കർത്താവ് പരാജയപ്പെടുത്തി. അതുകൊണ്ട് കർത്താവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുന്ന ഏത് വ്യക്തിക്കും സാത്താന്റെ മേൽ അധികാരമുണ്ട്, പിശാചിന്റെ തന്ത്രങ്ങളുടെ മേൽ അധികാരമുണ്ട്, യേശുവിൻ്റെ രക്തത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക്. അപ്പൊ അതാണ് ഒന്നാമത്തേത്, കുഞ്ഞാടിന്റെ രക്തത്താലും. രണ്ടാമത്തെ എന്താണ്? സാക്ഷ്യത്തിന്റെ വചനത്താലും. ദ വേർഡ് ഓഫ് ദെയർ ടെസ്റ്റിമണി. സാക്ഷ്യത്തിന്റെ വചനം രണ്ടർത്ഥമുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നൽകുന്ന സാക്ഷ്യം. അതിനേക്കാൾ പ്രധാനപ്പെട്ട അർത്ഥം കർത്താവിൻ്റെ പ്രവർത്തികളെ സംബന്ധിച്ച വചനം, ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളെ സംബന്ധിക്കുന്ന വചനം, ദൈവത്തിന്റെ പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന വചനം. അങ്ങനെയുള്ള വചനങ്ങളാണ് ബൈബിൾ മുഴുവൻ. അപ്പൊ ആ വചനം സാത്താന്റെ മേൽ വിജയം നേടാൻ നമ്മെ സഹായിക്കും. സാത്താന്റെ പോരാട്ടം പ്രധാനമായി നടക്കുന്നത് നമുക്ക് വെളിയിലല്ല, നമ്മുടെ മനസ്സിനകത്താണ്. പിശാച് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബിസിനസ്സിൽ എന്നതിനേക്കാൾ നമ്മുടെ മനസ്സിലാണ്. പിശാച് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബന്ധങ്ങളിൽ എന്നതിനേക്കാൾ നമ്മുടെ തലയ്ക്കകത്താണ്. സാത്താന്റെ ഏറ്റവും കൂടുതൽ പരീക്ഷണവും പോരാട്ടവും നടക്കുന്നത് നമ്മുടെ തലയ്ക്കകത്താണ്, നമ്മുടെ ചിന്തകളിലാണ്, നമ്മുടെ വിചാരങ്ങളിലാണ്, കാഴ്ചപ്പാടുകളിലാണ്, മനോഭാവങ്ങളിലാണ്. അതെവിടെയാണ് സാത്താൻ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സാത്താന്റെ മേൽ വിജയം നേടാൻ, സാത്താന്റെ ശക്തികളുടെ മേൽ വിജയം നേടാൻ ഈശോ കാണിച്ചു തന്ന വഴി ദൈവവചനം എന്ന വഴിയാണ്. നമ്മൾ എഫേസോസ് ലേഖനം 6-ാം അധ്യായത്തിൽ സാത്താന്റെ കുടിലതന്ത്രങ്ങൾക്കെതിരെ ഉപയോഗിക്കാനുള്ള ദൈവത്തിന്റെ ആയുധങ്ങളെ കുറിച്ച് വായിക്കുന്നുണ്ട്. എഫേസോസ് ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ ആയുധങ്ങളെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ ശക്തിയിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകണം. സാത്താന്റെ കുടിലതന്ത്രങ്ങളെ ചെറുത്തു നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. എന്തെന്നാൽ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ പതിയിരിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നാം പടവെട്ടുന്നത്. ഇതെല്ലാം പറഞ്ഞിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് സമാധാന സുവിശേഷത്തിന്റെ സന്നദ്ധതയാകുന്ന പാദരക്ഷകൾ ധരിച്ച് രക്ഷയുടെ പടത്തുപ്പി അണിഞ്ഞ് വിശ്വാസത്തിന്റെ പരിചയെടുത്ത് ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ. ഈ ആയുധങ്ങൾ പറയുമ്പോൾ ആദ്യം പറഞ്ഞ എല്ലാ ആയുധങ്ങളും സ്വയരക്ഷയ്ക്കുള്ള ആയുധങ്ങളാണ്. ഞാൻ ആദ്യം പറഞ്ഞ സത്യം കൊണ്ട് അരമുറുക്കുക, നീതിയുടെ കവചം ധരിക്കുക, വിശ്വാസത്തിന്റെ പരിചയെടുക്കുക, രക്ഷയുടെ പടത്തുപ്പി അണിയുക, സമാധാന സുവിശേഷത്തിന്റെ സന്നദ്ധതയാകുന്ന പാദരക്ഷകൾ ധരിക്കുക. ഇതെല്ലാം തന്നെ സ്വയരക്ഷയ്ക്കുള്ള, നമ്മളെ ഇങ്ങോട്ട് ഉപദ്രവിക്കാതിരിക്കാനുള്ള ആയുധങ്ങളാണ്. സ്വയരക്ഷയ്ക്കുള്ള, ഡിഫൻസിനുള്ള ആയുധങ്ങളാണ്. അങ്ങോട്ട് ആക്രമിക്കാൻ ഈ ലിസ്റ്റിൽ ഒറ്റ ആയുധമേ ഉള്ളൂ. അതേതാണ്? അതാണ് എഫേസോസ് 6:17, ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുക. വാളെടുക്കുന്നത് വെട്ട് തടയാനല്ല, വെട്ടാനാണ്. വാളെടുക്കുന്നത് വെട്ട് തടയാനല്ല, അങ്ങോട്ട് ആക്രമിക്കാനാണ്. അപ്പോൾ സാത്താന്റെ എല്ലാ തന്ത്രങ്ങളെയും അങ്ങോട്ട് പരാജയപ്പെടുത്താനുള്ള ദൈവത്തിന്റെ ആയുധമാണ് ദൈവത്തിന്റെ വചനം. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം, ആ വചനം സ്വീകരിച്ചു കഴിയുമ്പോൾ, ആ വചനം ഏറ്റെടുത്ത് കഴിയുമ്പോൾ മാറ്റം വരും. എന്നെ പ്രേരിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന, ഏറ്റവും ശക്തമായ പ്രേരണ തരുന്നത് കർത്താവിന്റെ സ്നേഹം ശക്തമായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനേകം ആളുകളുടെ ജീവിതത്തിൽ
ദൈവവചനം അവരുടെ ജീവിതത്തിന് കരുത്തായി, ശക്തിയായി. ഒരു ജീവിക്കാൻ തീരുമാനിച്ചു. എത്രയോ പേര് പങ്കുവച്ചിട്ടുണ്ട്, ആത്മഹത്യ ചെയ്യാനിരുന്നതാണ് ഞങ്ങളുടെ കുടുംബം. ഞങ്ങൾക്കിപ്പോ പ്രതീക്ഷയുണ്ട്, ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ രക്ഷപ്പെടും, കർത്താവ് ഞങ്ങളെ സഹായിക്കും. ഈ വിശ്വാസം വരുന്നത്, ഈ ബലം വരുന്നത്, ഈ ശക്തി വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവവചനത്തിൽ നിന്നാണ്. മനുഷ്യന്റെ വാക്കുകൾക്ക് നമ്മളെ മാറ്റാൻ പറ്റില്ല. മനുഷ്യന്റെ വാക്കുകൾക്ക് നമ്മളെ ഒരാഴ്ചത്തേക്ക് പിടിച്ചു നിർത്താൻ പറ്റും. മനുഷ്യൻ പറയുന്ന ആശ്വാസത്തിന് ഒരാഴ്ചത്തേക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് നമ്മളെ പിടിച്ചു നിർത്താൻ പറ്റും. മരണം വരെ പിടിച്ചു നിർത്താൻ പറ്റും. കർത്താവിന് വേണ്ടി മരിക്കാൻ ദൈവത്തിന്റെ വചനം നമ്മളെ സന്നദ്ധരാക്കും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും അവർ ശത്രുവിന്റെ മേൽ വിജയം നേടി. അതുകൊണ്ട് ദൈവവചനം സ്വീകരിക്കണം. ഒരു ക്ഷാമം ഉണ്ടാവും എന്ന് ആമോസ് പ്രവചിച്ചിട്ടുണ്ട്. ആമോസ് 8-ാമത്തെ അധ്യായത്തിൽ പ്രവചിക്കുന്നുണ്ട്, വരുംകാലങ്ങളിൽ ഒരു ക്ഷാമം ഉണ്ടാവും. അത് ഭക്ഷണവും വെള്ളവും കിട്ടാത്തത് കൊണ്ടുള്ള ക്ഷാമമല്ല. ആമോസ് പ്രവചനം 8-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. ആമോസിന്റെ പുസ്തകം 8-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദേശത്ത് ഞാൻ ക്ഷാമം അയക്കാൻ പോകുന്നു. ക്ഷാമം വരും. അത് ഭക്ഷണം കിട്ടാത്തത് കൊണ്ടുള്ള ക്ഷാമമല്ല, അത് വെള്ളം കിട്ടാത്തത് കൊണ്ടുള്ള ക്ഷാമമല്ല, ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല, കർത്താവിന്റെ വചനം കിട്ടാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. മനുഷ്യന്റെ ആശ്വാസ വാക്കുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ ഒരു വചനം കിട്ടിയാൽ രക്ഷപ്പെടും. ഞാൻ ഓർക്കുന്നുണ്ട്, സൗദി അറേബ്യയിൽ ഒരു ചെറുപ്പക്കാരൻ മരിക്കാൻ കിടക്കുകയാണ്. മരണം കാത്തു കിടക്കുകയാണ്. ജീവിക്കാനുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കർത്താവ് തന്ന ഒരു വചനം ഞാൻ അവന് കൊടുത്തു. 118-ാം സങ്കീർത്തനം 17-ാം വാക്യം. ചെറുപ്പക്കാരനാണ്, പക്ഷെ അവൻ മരിക്കുമെന്ന് വിശ്വസിച്ച് മരണത്തെ ഭയപ്പെട്ട് മരണത്തിന്റെ വാതിൽക്കൽ മരണം കാത്തു കിടക്കുന്നവനെ പോലെ. 118-ാം സങ്കീർത്തനം 17-ാം വാക്യം. വചനം ഇങ്ങനെയാണ്, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിന്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. ഞാൻ മരിക്കില്ല. മരിക്കാൻ കാത്തു കിടക്കുന്നവനോട് പരിശുദ്ധാത്മ പറയാണ്, നീ മരിക്കില്ല, നീ ജീവിക്കും, നീ കർത്താവിന്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. 3 ദിവസം കഴിഞ്ഞ് ഇതുപോലൊരു ദേവാലയത്തിൽ, ഇതുപോലൊരു ആലയത്തിൽ അവൻ വളരെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ നിൽക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. മരണം കാത്തു കിടന്ന ചെറുപ്പക്കാരനാണ്. അപ്പൊ ജീവിക്കാൻ ഒരു പ്രേരണ കിട്ടുന്നത്, ജീവിക്കാൻ ഒരു ശക്തി കിട്ടുന്നത്, മനുഷ്യന്റെ ആശ്വാസവാക്കിന് നമ്മെ സഹായിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ ജീവിക്കാൻ ഒരു ശക്തി ദൈവത്തിന്റെ വചനമാണ്. മക്കള് തള്ളിപ്പറയും, മാതാപിതാക്കൾ അറിയില്ലെന്ന് പറയും. ജീവിതം അപ്പാടെ തിരസ്കാരത്തിന്റെയും ഉപേക്ഷയുടെയും കണ്ണുനീരിന്റെയും തിക്താനുഭവത്തിന്റെയും തോരാത്ത വേവിന്റെയും വേദനയുടെയും നാളുകൾ സമ്മാനിക്കും. അന്ന് ആരും ഉണ്ടാവില്ല ആശ്വാസത്തിന്. അന്ന് ആകെ ആശ്വാസം ദൈവമായിരിക്കും. അന്ന് ദൈവം അയക്കുന്ന വചനമാണ് പിടിച്ചു നിർത്തേണ്ടത്. എത്രയോ പേര് ജീവിക്കുന്നു, ഭാര്യ കൈവിട്ടവര്, ഭർത്താവ് കൈവിട്ടവര്, മക്കള് കൈവിട്ടവര്, ജീവിതത്തിൽ കൂടെ കൂട്ടിയവരും കൂടെ കാണുമെന്ന് കരുതിയവരും ജീവിതത്തിന്റെ അവസാനം വരെ ഉണ്ടാകുമെന്ന് വിചാരിച്ചവരുമൊക്കെ പാതി വഴിയിൽ കൈവിട്ടു പോയപ്പോഴും മനസാന്നിധ്യം നഷ്ടപ്പെടാതെ, സമാധാനം നഷ്ടപ്പെടാതെ എത്രയോ പേര് ദൈവത്തിൽ ആശ്രയിച്ച് പ്രസാദത്തോടെ ജീവിക്കുന്നു. അവരെങ്ങനെ ജീവിക്കുന്നതെന്നറിയാമോ? അവർക്ക് ലോകം തരുന്നൊരു സമാധാനമല്ലുള്ളത്, ദൈവത്തിന്റെ വചനം തരുന്ന ഒരു ശക്തിയുണ്ട്. ദൈവവചനം തരുന്നൊരു ശക്തി. ധ്യാനകേന്ദ്രങ്ങൾ പൂട്ടപ്പെട്ടാൽ, വൈദികർക്ക് വിലക്കേർപ്പെടുത്തപ്പെട്ടാൽ, പള്ളികൾ പൂട്ടിയിടപ്പെടാൻ പറഞ്ഞാൽ, മതവിശ്വാസം ഈ രാജ്യത്തെ അംഗീകരിക്കാൻ പറ്റാത്തൊരു നിയമമായി പ്രാബല്യത്തിൽ വന്നാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസാധ്യതയൊന്നും അല്ലല്ലോ. വചനം കിട്ടാതെ വരും. വചനം കിട്ടാത്തതിന്റെ ക്ഷാമം വരും. ബൈബിൾ ഉണ്ടാവും കയ്യില്, പക്ഷെ വായിക്കുമ്പോ വചനം കിട്ടാതെ വരും. അങ്ങനെ വചനം കിട്ടാത്തൊരു ക്ഷാമം വരുന്നതിനെ കുറിച്ച് ആമോസ് പ്രവചിക്കുകയാണ്. ആ നാളുകളിൽ ഇതാ ദൈവമായ കർത്താവ് ഒരു ക്ഷാമം അയക്കും. ഭക്ഷണവും വെള്ളവും കിട്ടാത്തത് കൊണ്ടുള്ള വറുതിയല്ലത്, കർത്താവിന്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. അന്നവർ കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും. കർത്താവിന്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തില്ല. അങ്ങനെ വരാം. അതുകൊണ്ട് വചനത്തെ മുറുകെ പിടിക്കണം. ദൈവവചനം കിട്ടാൻ സാധ്യതയുള്ള കാലത്ത് വചനത്തെ ദാഹത്തോടെ ചേർത്ത് പിടിക്കണം. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ ദൈവത്തിന്റെ വചനം സ്വീകരിക്കാനാണ്. നമ്മൾ ഈ സന്ധ്യകളിൽ ഇവിടെ ഇങ്ങനെ കൂടുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, മറ്റൊന്നിനുമല്ല.
അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം പ്രവർത്തിക്കും. ദൈവം നമ്മുടെ കണ്ണുനീരിൽ ഇടപെടും. കർത്താവ് വചനത്തെ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കും. അതെല്ലാം സത്യമാണ്. പക്ഷെ നമ്മുടെ ലക്ഷ്യം അത്ഭുതങ്ങളല്ല, നമ്മുടെ ലക്ഷ്യം അടയാളങ്ങളല്ല. നമ്മുടെ ലക്ഷ്യം മാരകമായ അത്ഭുതങ്ങൾ സംഭവിക്കുക, അത്ഭുതകരമായ പ്രവൃത്തികൾ നടക്കുക. ലക്ഷ്യം അതല്ല. ഞങ്ങൾ ചെറുപ്പത്തില് ഞാൻ എൻ്റെ വീട്ടില് അമ്മ ഈ കൊപ്ര ഉണക്കി എണ്ണയാട്ടാൻ തന്നു വിടുമായിരുന്നു എൻ്റെ ചെറുപ്പത്തില്. അപ്പൊ ഞാൻ ഇതും കൊണ്ട് ഇങ്ങനെ സഞ്ചിയില് ഈ തേങ്ങ അറിയാലോ അല്ലേ, അതിങ്ങനെ ഉണക്കി അരിഞ്ഞ് തന്നു വിടുകയാണ്. അപ്പൊ അതുകൊണ്ട് പോയി ചെല്ലുമ്പോൾ അത് പഴയ മില്ലാണ്, അത് കാണാൻ നല്ല രസം ഭംഗിയാണ്. ഇതിങ്ങനെ അരഞ്ഞ് കറങ്ങി അങ്ങനെ ആ ബെൽറ്റൊക്കെ ഇങ്ങനെ കറങ്ങി. അപ്പൊ ഞാനിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കി, ഇതിങ്ങനെ നല്ല രസമാണല്ലോ നോക്കി ഇങ്ങനെ കണ്ടു നിൽക്കും. അപ്പൊ അത് ഒരു കന്നാസിനകത്ത് എണ്ണയും തരും, ഒരു സഞ്ചിക്കകത്ത് പിണ്ണാക്കും തരും. എന്താണ് പിണ്ണാക്ക്? അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം ഇടയ്ക്ക് ഞാൻ പറയും, ഒരു പിണ്ണാക്ക് ഇവിടെ നടക്കത്തില്ലെന്നൊക്കെ ഞാൻ പറയും. അതിനോട് പറയാം സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വർത്താനമാണ് അച്ഛൻ്റെ. എന്റെ സ്റ്റാൻഡേർഡ് ഇതാണ്. ഞാൻ ഈ കൊപ്രയും പിണ്ണാക്ക് എണ്ണയൊക്കെ കണ്ടു വളർന്ന ആളാണ്, എനിക്കതൊക്കെ അറിയൂ അല്ലേ. എനിക്ക് പിസ്സ അറിയില്ല, അപ്പോ എനിക്കിതേ അറിയൂ. ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ഈ എണ്ണയും പിണ്ണാക്കുമായിട്ട് വരുമ്പോ ഒരു ചേട്ടൻ എന്നോട് ചോദിക്കുകയാണ്, മോനെ എവിടെ പോയടാ? ഞാൻ പറയുമോ പിണ്ണാക്കുണ്ടാക്കാൻ പോയതാണ്? പറയുവോ? ഒരിക്കലും പറയില്ല. പറഞ്ഞാൽ എനിക്ക് ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. പിണ്ണാക്കുണ്ടാക്കാൻ പോയതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. മറിച്ച് എന്ത് പറയുന്നേ? എണ്ണയാട്ടാൻ പോയതാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കും, അപ്പൊ ഈ സഞ്ചിയിൽ എന്താണ്? സഞ്ചിയിൽ പിണ്ണാക്ക്. എവിടെ നിന്ന് പിണ്ണാക്ക്? അപ്പൊ എണ്ണയാട്ടിയപ്പോ എണ്ണയാണ് മെയിൻ പ്രോഡക്റ്റ്, അതിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് പിണ്ണാക്ക്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ വന്നത് കർത്താവിന്റെ വചനമെന്ന മെയിൻ പ്രോഡക്റ്റും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ന ബൈ പ്രോഡക്റ്റും തേടിയാണ്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. മെയിൻ പ്രോഡക്റ്റ് അത്ഭുതം അല്ല, അത് ഇതിന്റെ കൂടെ കിട്ടും. മനസ്സിലായോ? എണ്ണയാട്ടിയാൽ പിണ്ണാക്ക് കിട്ടും. അതുകൊണ്ട് വിഷമിക്കണ്ട. പിണ്ണാക്ക് തേടി വന്നവര് വിഷമിക്കണ്ട, പിണ്ണാക്ക് കിട്ടും. പക്ഷെ എണ്ണയാണ് മെയിൻ പ്രോഡക്റ്റ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈ പ്രോഡക്റ്റ് തിരക്കി വരരുത്. പിണ്ണാക്കുണ്ടാക്കാൻ പോയതാന്ന് പറയരുത്. മോറിയായാലും എന്തിനു പോയി? പിണ്ണാക്കുണ്ടാക്കാൻ പോയ. പിണ്ണാക്കിന് വന്നതല്ല നിങ്ങൾ, മറിച്ച് എണ്ണയാട്ടാൻ വന്നതാണ്. പരിശുദ്ധാത്മാവാകുന്ന എണ്ണ, ദൈവവചനമാകുന്ന എണ്ണ നമ്മുടെ ഹൃദയത്തിൽ നിറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഹൃദയം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. വചനത്തെ സ്വീകരിക്കണം. ദൈവവചനത്തിൽ ദൈവം തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. വചനത്തെ കണ്ണും പൂട്ടി സ്വീകരിക്കണം. 115 സങ്കീർത്തനം 12 വാക്യം ഈ ബോധ്യത്തോടെ ഉറക്കെ ആവർത്തിക്കണം. അതായത് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിൽ ഈ വചനം മാംസം ധരിക്കും. 115 സങ്കീർത്തനം 12 വാക്യം ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ഉറക്കെ ആവർത്തിക്കണം. കർത്താവിന് എന്നെ കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും. ഉച്ചത്തിൽ പറയാം, കർത്താവിന് എന്നെ കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും. കർത്താവിന് എന്നെ കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും. എന്നൂടെ പറയാം, കർത്താവിന് എന്നെ കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് കാർമൽ മലയിൽ അഗ്നി ഇറങ്ങിയതിനെ കുറിച്ചാണ്. ഏലിയാ പ്രവാചകനിലൂടെ കർത്താവിന്റെ അഗ്നി ഇറങ്ങി വന്നതിനെ കുറിച്ച് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം മുതൽ നമ്മൾ വായിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം മുതൽ 17-ാം അധ്യായത്തിൽ ഒരു പ്രവാചകൻ പ്രത്യക്ഷപ്പെടുകയാണ്. പ്രവാചകന്റെ പേര് ഏലിയാ പ്രവാചകൻ. അതായത് നിങ്ങൾ ഞങ്ങളൊക്കെ ഒത്തിരി നാടകം നടത്തിയിട്ടുണ്ട് പണ്ട്. നാടകക്കാരല്ലായിരുന്നു, പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ നാടകം കളിക്കുമായിരുന്നു. അപ്പൊ ഈ നാടകത്തിലെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, ചില കഥാപാത്രങ്ങൾ നേരത്തെ തന്നെ പരിചയപ്പെടുത്തപ്പെടും, അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതായത് ഇന്ന കഥാപാത്രം ദേ വരാൻ പോകുന്നു എന്നൊന്നും പറയില്ല, മറിച്ച് ഈ വേദിയിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ വരാൻ പോകുന്ന കഥാപാത്രങ്ങളെ കുറിച്ച് സൂചന തരും. ഉദാഹരണത്തിന് അപ്പനും അമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അപ്പനും അമ്മയും മോനെന്തിടി,
അപ്പൊ പറയാം കറങ്ങാൻ പോയി. അപ്പൊ പറയും, അപ്പോ അപ്പൻ അടുത്ത ചോദ്യം ചോദിക്കും, അവനിങ്ങനെ ഉത്തരവാദിത്തം ഇല്ല, നടന്നാൽ എങ്ങനെയാണ്? ഉടനെ അമ്മ പറയും, അത് അവനെ കുറിച്ച് എനിക്കൊരു സമാധാനം ഇല്ല. അപ്പൊ ഈ കാണികൾക്ക്, പ്രേക്ഷകർക്ക് മനസ്സിലാവും ഇവിടെ ഒരു മോനുണ്ട്, ഉത്തരവാദിത്തമില്ലാത്ത ഒരു മോൻ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ഈ മോനിനി എപ്പോഴാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതായത് വരാൻ പോകുന്ന കഥാപാത്രങ്ങളെ, വേദിയിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ പരിചയപ്പെടുത്തും. അത് നാടകത്തിന്റെ ഒരു സങ്കേതമാണ്. സിനിമയിലും അങ്ങനെ ഉണ്ട്. അതായത് ഒരു 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 ഹീറോ വരാൻ പോകുന്നു, അതിനു മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ ചില നാടകങ്ങളിൽ ചില കഥാപാത്രങ്ങൾ അങ്ങനെ ആമുഖങ്ങളില്ലാതെ കയറി വരും. പ്രത്യേകിച്ച് ഇൻട്രഡക്ഷൻ ഇല്ലാതെ ഓർക്കാപ്പുറത്ത് ചില കഥാപാത്രങ്ങൾ കൊടുങ്കാറ്റ് പോലെ വേദിയിലേക്ക് കയറി വരും. അങ്ങനെയുണ്ട് നാടകത്തിൽ, സിനിമയിലും ഉണ്ട്. അങ്ങനെ ചില കഥാപാത്രങ്ങൾ വന്നാൽ അപ്പോൾ മുതൽ ആ നാടകത്തിന്റെ ടെൻഷൻ വർദ്ധിക്കും, സസ്പെൻസ് കൂടും, മ്യൂസിക്കിന്റെ അന്തരീക്ഷം മാറും. അതായത് ഈ ഓർക്കപ്പുറത്ത് കയറി വരുന്ന കഥാപാത്രങ്ങൾ ഭീതിജനകമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കും. പ്രിയപ്പെട്ട മക്കളെ, ശ്രദ്ധിച്ച് കേൾക്കുക. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ ആമുഖങ്ങളില്ലാതെ ഒരു കഥാപാത്രം കയറി വരികയാണ്. കൊടുങ്കാറ്റ് പോലെ പെട്ടെന്ന് ആഹാബ് എന്ന ഇസ്രായേലിലെ ക്രൂരനായ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക്, ആ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് കൊടുങ്കാറ്റ് പോലെ ഒരു പ്രവാചകൻ കയറി വരികയാണ്. ആ പ്രവാചകന്റെ പേരാണ് ഏലിയ. ബൈബിൾ ഇങ്ങനെ നമ്മൾ വായിച്ചു പോകുമ്പോ ഏലിയായെ കുറിച്ച് അതിനു മുമ്പ് സൂചനകളില്ല. ആരാണ് ഇദ്ദേഹം? മാതാപിതാക്കന്മാർ ആരാണ്? ദേശം എവിടെ? ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയ, അത്രയേ ഉള്ളൂ അയാളുടെ അഡ്രസ്. വരാൻ പോകുന്ന ക്രിസ്മസിന് ഏലിയായിക്ക് ഒരു കാർഡ് ഇടണമെങ്കിൽ അഡ്രസ് ഇത്രയേ ഉള്ളൂ. പിൻകോഡ് ഇല്ല, ഫോൺ നമ്പർ ഇല്ല, കോൺടാക്ട് അഡ്രസ്സുകളില്ല. ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ, ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് കയറി വരികയാണ് രംഗത്തേക്ക്. അപ്രതീക്ഷിതമായി, ആകസ്മികമായി സസ്പെൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രവാചകൻ കയറി വരികയാണ്, ഏലിയ. അയാൾ വന്നിട്ട് രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ആഹാബ്, ഓർക്കണം, നിങ്ങള് ഇസ്രായേലിന്റെ ചരിത്രം കണ്ട ഏറ്റവും ക്രൂരന്മാരായ രാജാക്കന്മാർ അതിലൊരാള് ആഹാബാണ്. അയാളുടെ ഭാര്യ മനസാക്ഷിയില്ലാത്ത സ്ത്രീയാണ്. നാബോത്ത് എന്ന പാവപ്പെട്ട മനുഷ്യന്റെ മുന്തിരിത്തോട്ടം കൈക്കലാക്കാൻ വേണ്ടി ഒരു കള്ളപ്രചാരണം, കള്ളക്കേസ് ഉണ്ടാക്കി അന്യായമായ ഒരു വിചാരണ സ്ഥലത്തേക്ക് പാവപ്പെട്ടവനെ വലിച്ചിഴച്ചൊടുവിൽ, ആ വിചാരണയുടെ ഒടുവിൽ അവനെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ അവനെ നിർദാക്ഷിണ്യമായി വിട്ടുകൊടുത്ത മനസാക്ഷിയില്ലാത്ത സ്ത്രീയാണ്. ഭർത്താവിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ആരെയും എന്തിനേയും ഒറ്റുകൊടുക്കാൻ മടിയില്ലാത്ത, മനസാക്ഷി മരവിച്ച ഒരു സ്ത്രീയാണിത്, ജസബൽ, ഇയാളുടെ ഭാര്യ. ആഹാബ്, ജസബൽ. ആ രാജകൊട്ടാരത്തിലേക്ക് പാവപ്പെട്ട ഒരു പ്രവാചകൻ, കമ്പിളി വസ്ത്രം, അരയിലൊരു തോൽപ്പട്ട, ഇതാണ് ഈ മനുഷ്യന്റെ വേഷം. ഒരു പാവപ്പെട്ട മനുഷ്യൻ, സാധാരണ വേഷം, മരുഭൂമിയിൽ ജീവിക്കുന്നവന്റെ വേഷം, അലഞ്ഞു നടക്കുന്നവന്റെ ഭിക്ഷക്കാരന്റെ വേഷം. പാവപ്പെട്ട ഈ മനുഷ്യൻ ഈ കൊട്ടാരത്തിനകത്തേക്ക് ഒരു കാറ്റ് വീശും പോലെ കയറി വന്നിട്ട് ആഹാബ് എന്ന മഹാക്രൂരനായ രാജാവിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, ആഹാബെ, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമാണ്, ഇനി ഞാൻ പറഞ്ഞല്ലാതെ മഴയോ മഞ്ഞോ പെയ്യില്ല. അപ്പൊ ചോദ്യം വരികയാണ്, ആരാണിത്? അപ്പൊ ഒരു ശരാശരി വായനക്കാരൻ ബൈബിളിൽ വായിച്ചിങ്ങനെ പോകുമ്പോ ചോദിക്കും, കർത്താവേ, പരിശുദ്ധാത്മാവേ, ആരാ ഇത്? ആരാ ഇത്? പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കയറി വന്ന ഈ അതിഥി ആരാണിത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നും പിടിയില്ല. എവിടെ നിന്നാണെന്ന് മാത്രം അറിയാം. ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയ ആഹാബിനോട് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഇനി മഴയോ മഞ്ഞോ പെയ്യില്ല. അപ്പൊ ചോദിക്കുകയാണ് നമ്മള്, ആരാണെന്നുള്ള അവിടെ നിൽക്കട്ടെ, അറിയില്ലല്ലോ. ഈ പറയാനുള്ള കാരണം എന്താണ്? ചുമ്മാ ഓർക്കാപ്പുറത്ത് കയറി വന്ന് ഇനി ഞാൻ പറഞ്ഞല്ലാതെ മഴ പെയ്യില്ല എന്ന് പറയണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവണ്ടേ? കാരണമുണ്ട്. 16-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് അതിന്റെ കാരണമുണ്ട്. 17-ാം അധ്യായത്തിന്റെ ആരംഭ വചനത്തിലാണ് ഏലിയ കയറി വരുന്നത്. ഏലിയ വരാനുണ്ടായ സാഹചര്യം
ഏലിയ വെളിപ്പെടാനുണ്ടായ സാഹചര്യം, അഭിഷേകം വെളിപ്പെടാനുണ്ടായ സാഹചര്യം പ്രിയപ്പെട്ടവരെ 16-ാം അധ്യായത്തിന്റെ അവസാനത്തിലുണ്ട്. ശ്രദ്ധിക്കാമോ? അതായത് 1, ആഹാബ് സത്യദൈവത്തെ ആരാധിക്കേണ്ടവൻ, ഏകദൈവത്തെ മാനിക്കേണ്ടവൻ, യഹോവയെ മാത്രം പൂജിക്കേണ്ടവൻ, സത്യദൈവത്തിന് വേണ്ടി മാത്രം ആലയം പണിയേണ്ടവൻ. ജസബൽ എന്ന വിജാതീയ രാജ്ഞിയുടെ ഭാര്യയുടെ പ്രേരണയ്ക്ക് വശംവദനായി ആഹാബ് രാജാവ് ബാൽ ദേവന് ഇസ്രായേലിന്റെ തലസ്ഥാനമായ സമരിയായിൽ ക്ഷേത്രം പണിതു. ബാൽ ദേവന് ക്ഷേത്രം പണിതു. നമ്പർ 1. 2, അഷേര പ്രതിഷ്ഠയ്ക്ക് അയാൾ ആലയം പണിതു. രണ്ടാമത്തേത്, അയാൾ പൂജാഗിരികൾ നിർമ്മിച്ചു. മൂന്നാമത്തേത്. 4, ജോഷുവയുടെ പുസ്തകത്തിൽ ജോഷുവ ജെറീക്കോ പട്ടണം തകർക്കുന്ന സമയത്ത് ഒരു ശാപം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? വാഗ്ദാന പേടകം മുൻപിൽ പിടിച്ചുകൊണ്ട് പുരോഹിതന്മാരും ദൈവജനവും തട്ടകസിച്ച് ജെറീക്കോയുടെ കോട്ടയ്ക്ക് ചുറ്റും 13 തവണ വലം വെച്ച് കഴിയുമ്പോ ജെറീക്കോയിലെ കോട്ട ഇടിഞ്ഞ് തകർന്ന് താഴെ വീഴുകയാണ്. അങ്ങനെ ജെറീക്കോ പട്ടണം തകർന്നു വീണ് കഴിയുമ്പോ ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ ജോഷുവ 6:26 ജോഷുവ ഒരു ശാപം ഉച്ചരിക്കുകയാണ്. ജോഷുവ അന്ന് അവരോട് ശപഥം ചെയ്തു പറഞ്ഞു, ജെറീക്കോ പുതുക്കിപ്പണിയാൻ തുനിയുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതിന്റെ അടിസ്ഥാനമിടാൻ ഒരുമ്പെട്ടാൽ അവന്റെ മൂത്ത മകനും, കവാടങ്ങൾ നിർമ്മിക്കാൻ പരിശ്രമിച്ചാൽ അങ്ങനെ ചെയ്യുന്നവന് ഇളയ മകനും നഷ്ടപ്പെടും. അതായത് ജെറീക്കോ കോട്ട തകർന്നു വീണ് കഴിഞ്ഞപ്പോ, ജെറീക്കോ പട്ടണത്തെ നശിപ്പിച്ചു കഴിഞ്ഞപ്പോ, അന്ന് ആ തകർന്നു കിടക്കുന്ന ജെറീക്കോ പട്ടണത്തിന്റെ, ദൈവം തകർത്ത് കളഞ്ഞ ആ പട്ടണത്തിന്റെ തകർന്നു കിടക്കുന്ന അസ്ഥിവാരങ്ങളിൽ ചവിട്ടി നിന്നുകൊണ്ട് ജോഷുവ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇങ്ങനെ ഒരു ശാപം ഉച്ചരിച്ചു, ഇനി ആരെങ്കിലും ചരിത്രത്തിൽ ഈ പട്ടണം പുതുക്കിപ്പണിഞ്ഞാൽ, അങ്ങനെ പുതുക്കിപ്പണിയുന്നവന് അതിന്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവന്റെ മൂത്ത മകനും, അതിന്റെ കവാടങ്ങൾ നിർമ്മിക്കുമ്പോൾ അവന്റെ ഇളയ മകനും കൊല്ലപ്പെടും. ആഹാബ് ദൈവവചനം വിലക്കിയതിനെ മാനിക്കാതെ, ഗൗരവമായി എടുക്കാതെ ആഹാബ് ഒരു മനുഷ്യനെ വിളിച്ചു. അവൻ ഹിയേൽ എന്ന ഒരു മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ജെറീക്കോ കോട്ട, ജെറീക്കോ പട്ടണം പുതുക്കി പണിയാൻ പറഞ്ഞു. അങ്ങനെ നൂനിന്റെ മകൻ ജോഷുവ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ നഗരത്തിന്റെ അടിസ്ഥാനമിട്ടപ്പോൾ ഹിയേലിന് അവന്റെ മൂത്ത മകൻ അബീറാമും, കവാടങ്ങൾ നിർമ്മിച്ചപ്പോ അവന്റെ ഇളയ മകൻ സെഹൂബും നഷ്ടപ്പെട്ടു. ആഹാബ് ചെയ്യുന്ന കാര്യങ്ങളാണ്. 1, ബാൽ ദേവന് ക്ഷേത്രം പണിതു. ജസബലിനെ വിവാഹം ചെയ്തു, ബാൽ ദേവനെ ആരാധിച്ചു. സമറിയായിൽ ബാൽ ക്ഷേത്രം പണിതു, ബലിപീഠം സ്ഥാപിച്ചു, അക്ഷേര പ്രതിഷ്ഠയുണ്ടാക്കി, ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചു. ദൈവം വിലക്കിയതുപോലെ, ദൈവം വിലക്കിയത് മാനിക്കാതെ ജെറീക്കോ പട്ടണം പുതുക്കി പണിയാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, ലളിതമായിട്ട് ഒറ്റവാക്യത്തിൽ പറഞ്ഞാൽ ദൈവം എന്തെല്ലാം ചെയ്യരുതെന്ന് പറഞ്ഞോ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഒരു ജനത, ഒരു രാജ്യം, ഒരു സാമ്രാജ്യം ദൈവം വിലക്കിയതിനെ ഗ്ലോറിഫൈ ചെയ്തു, ദൈവം വിലക്കിയതിനെ സെലിബ്രേറ്റ് ചെയ്തു, ദൈവം വിലക്കിയതിനെ ആഘോഷമാക്കി. എന്നിട്ട് അതിൽ മാന്യത കണ്ടെത്തി, അതിൽ അഭിമാനം കണ്ടെത്തി. എന്നിട്ട് അങ്ങനെ അവർ അഭിമാനത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ കൊടുങ്കാറ്റ് പോലെ മരുഭൂമിയിൽ നിന്ന് ഒരു പ്രവാചകൻ ആഹാബിന്റെ കൊട്ടാരത്തിന്റെ കനത്ത കവാടങ്ങളെ ഭേദിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമാണ്, ഞാൻ പറഞ്ഞല്ലാതെ മഴയോ മഞ്ഞോ പെയ്യില്ല. എന്താ കാരണം എന്നറിയാമോ? ജസബൽ ആഹാബിനോട് പറഞ്ഞിട്ടുണ്ട്, മഴ പെയ്യിക്കുന്ന ദേവൻ ബാലാണ്. ജസബൽ ആഹാബിനോട് പറഞ്ഞിട്ടുണ്ട്, മഞ്ഞ് പെയ്യിക്കുന്ന ദേവൻ ബാലാണ്. അതുകൊണ്ട് ബാൽ ദേവനാണ് മഞ്ഞിന്റെയും മഴയുടെയും അധിപനെന്നും ദൈവമെന്നും തെറ്റിദ്ധരിച്ച് ബാൽദേവനെ പൂജിച്ച് പ്രസാദിപ്പിച്ച് അന്യദൈവാരാധനയിൽ നിഷിദ്ധമായ കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടിരുന്ന ആഹാബിനോട് പറയുകയാണ്, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ സത്യദൈവമാണ്, ഞാൻ പറഞ്ഞല്ലാതെ മഴയോ മഞ്ഞോ പെയ്യില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ധൈര്യം ചിന്തിക്കാൻ പറ്റില്ല നമുക്ക്. പ്രവാചകന്മാരുടെ റേഞ്ച് വേറെയാണ്.
നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവർ സാമ്രാജ്യങ്ങളെ ഒറ്റയ്ക്ക് വെല്ലുവിളിക്കും, അവർ അധികാരങ്ങളെ ഒറ്റയ്ക്ക് വെല്ലുവിളിക്കും. അവരുടെ ധൈര്യം ഭയങ്കരമാണ്. അങ്ങനെ ഒറ്റയ്ക്ക് മനുഷ്യൻ, ഒറ്റയ്ക്ക്, ആരുമില്ല കൂട്ടിന്. ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ജെറുസലേമിൽ അവശേഷിപ്പിച്ചിട്ടുണ്ടെന്ന് ദൈവം പറയും കുറച്ച് കഴിഞ്ഞിട്ട്. പക്ഷെ ഒരാൾ പോലും ഇല്ല ഈ മനുഷ്യന്റെ കൂടെ നിൽക്കാൻ. ഞാൻ മാത്രമേ ഉള്ളൂ, എല്ലാവരും നിന്നെ തള്ളി പറഞ്ഞു, എല്ലാവരും അന്യദൈവാരാധനയിൽ മുഴുകി എന്ന് പറഞ്ഞ് ഹോറേബിന്റെ മലമുകളിൽ ഒരു ഗുഹയിലിരുന്ന് കരയുന്നുണ്ട് ഏലിയ. പിന്നീട് ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന, ഏകനായിട്ട് നിൽക്കുന്ന ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമാണ്, ഞാൻ പറഞ്ഞല്ലാതെ മഴയോ മഞ്ഞോ പെയ്യില്ല. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്. ഈ നഗരത്തിൽ നിന്ന് ദൈവവചനം കേൾക്കാൻ വരുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ജീവിക്കുന്ന സമൂഹത്തിൽ, നമ്മൾ വിശ്വസിക്കുന്ന കൂട്ടത്തിൽ, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ 100-ൽ 99 പേരും സത്യദൈവത്തെ തള്ളിപ്പറഞ്ഞ് കോംപ്രമൈസ് ചെയ്താലും അത് ചെയ്യാതെ നേരെ നിൽക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ അഗ്നി ഇറങ്ങും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. നേരെ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ തീ ഇറങ്ങും. ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്. എനിക്കിന്ന് ഈ സന്ധ്യയിൽ നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, ദൈവത്തെ കോംപ്രമൈസ് ചെയ്യരുത്. കർത്താവിനെ ഒത്തുതീർപ്പിന് വിധേയമാക്കരുത്. യേശുവിനെ ഏകരക്ഷകൻ എന്ന സ്ഥാനത്ത് നിന്നും തള്ളിത്താഴെ ഇടരുത്. കർത്താവാണ് ദൈവം. കർത്താവിനെ മാനിക്കണം, കർത്താവിൻ്റെതിന് വില കൊടുക്കണം, ദൈവത്തിന് വില കൊടുക്കണം, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലിയ പറയുകയാണ്, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമാണ്. ഒരു കാര്യം കൂടെ പറയട്ടെ, എവിടുന്ന ഏലിയക്ക് ഈ ധൈര്യം? ഈ ധൈര്യം കിട്ടുന്ന എവിടെ നിന്നറിയാം? പ്രവാചകന്മാർക്ക് അസാധാരണമായ ധൈര്യം ഉണ്ടായിരുന്നു. ആ ധൈര്യം അവർക്ക് കിട്ടിയത് എവിടെ നിന്നാണെന്നറിയാമോ? ആ ധൈര്യം കിട്ടിയത് ഏലിയ പറയുന്ന ഒറ്റ സെന്റൻസിലുണ്ട്, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ അത് കുറച്ചുകൂടെ കൃത്യമാണ്, ദ ലോർഡ് ബിഫോർ ഹൂസ് ഫേസ് ഐ സ്റ്റാൻഡ്. ആരുടെ മുഖത്തിന്റെ മുമ്പിലാണോ ഞാൻ നിൽക്കുന്നത്, ആ ദൈവമാണ് എന്ന് പറഞ്ഞാൽ, പ്രവാചകന്മാര് നിന്നത് ദൈവത്തിന്റെ മുമ്പിലാണ്. അവർ നോക്കിയത് ദൈവത്തിന്റെ മുഖത്തേക്കാണ്. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയവന് മനുഷ്യരെ പേടിയുണ്ടായിരുന്നില്ല, സാമ്രാജ്യങ്ങളെ ഭയപ്പെട്ടില്ല, അധികാരങ്ങളെ ഭയപ്പെട്ടില്ല. അവൻ നോക്കിയത് ദൈവത്തിന്റെ മുഖത്തേക്കാണ്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്കിന്ന് ഒന്നാമത്തെ കാര്യം, കർത്താവേ, മരണം വരെ നിന്നെ കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ കൃപ തരണം. മരണം വരെ കർത്താവിന് വേണ്ടി എന്ത് നാണക്കേട് സഹിക്കാൻ, എന്ത് നാണക്കേട്, ഏതറ്റം വരെ ഏത് പരിഹാസവും സഹിക്കാൻ കർത്താവിന് വേണ്ടി, കർത്താവിനെ ഒന്നാം സ്ഥാനത്ത് നിർത്താൻ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ ഹൃദയം ഒരുക്കപ്പെടാനായിട്ട് നമ്മൾ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ കർത്താവിനെ കോംപ്രമൈസ് ചെയ്യുന്നു. നമ്മുടെ ആവശ്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെയുള്ള നഗരങ്ങളിൽ സാത്താൻ സേവകരുണ്ട്. ഇതുപോലെയുള്ള നഗരങ്ങളിൽ മറ്റു പല പൂജാവിധികളുമുണ്ട്. കർത്താവ് ഒരു കാര്യം, ബിസിനസ് തകരുമ്പോൾ, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, മക്കൾ വഴിതെറ്റുമ്പോൾ, മക്കൾ ഏതെങ്കിലും തരത്തിൽ പ്രേമബന്ധങ്ങളിൽ പ്രേമക്കുരുക്കപ്പെടുമ്പോൾ, എനിക്ക് എത്ര ആയിരം പേരുടെ അനുഭവം അറിയാം പ്രിയപ്പെട്ടവരെ. അപ്പോൾ അവർ കർത്താവിനെ മറക്കും, അപ്പോൾ അവർ സഭയെ മറക്കും, വിശ്വാസത്തെ മറക്കും, വിശുദ്ധ കുർബാനയെ മറക്കും. എന്നിട്ട് എവിടുന്നാണോ ഒരാശ്വാസം കിട്ടുമെന്ന് ആരെങ്കിലും ഉപദേശിക്കുന്നത് ആ വഴിക്ക് പോകും. യേശുക്രിസ്തുവിനെ കോംപ്രമൈസ് ചെയ്യരുത്, കർത്താവിനെ തള്ളി പറയരുത്. ഏക രക്ഷകനും ഏക കർത്താവും ഏക ദൈവവുമായി നമ്മൾ യേശുവിനെ ഏറ്റുപറയണം. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വരും. നിങ്ങൾക്ക് കൃപ വേണോ? നിങ്ങൾക്ക് അഭിഷേകം വേണോ? നിങ്ങളുടെ കുടുംബം കൃപയിൽ വളരണോ? ഒന്നാമത്തെ നമ്പർ 1 തിയറി, ഒന്നാമത്തെ സിദ്ധാന്തം, ഒന്നാമത്തെ പ്രിൻസിപ്പിൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. ദൈവത്തെ രണ്ടാമത്തേതായിട്ട് മാറ്റിയിടരുത്. ദൈവത്തിനുപരി നിന്റെ വീട്ടിൽ ഒന്നും ഉണ്ടാവരുത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്താൽ, ഞാൻ അല്പം കഴിഞ്ഞിട്ടൊരു കാര്യം പറയാം, ദൈവത്തെ പല 10ാമത്തെ 20ാമത്തെ സ്ഥാനത്തേക്ക് മാറ്റിയിടരുത്. കണ്ണടച്ച് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിനെ നമ്മൾ വില കുറച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ നമ്മൾ മാനിച്ചിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പം മാപ്പ് ചോദിച്ചാൽ മതി, യേശുവിന്റെ രക്തം പരിഹാരമായിട്ട് മാറും. ഒന്നാമത്തെ കാര്യം, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമാണ്, ഞാൻ പറഞ്ഞല്ലാതെ മഴയോ മഞ്ഞോ പെയ്യില്ല. ഇതാണ് അഹാബ് രാജാവിന്റെ മുഖത്ത് നോക്കി ഏലിയ പറയുന്നത്. അപ്പൊ ഒന്നാമത്തേത്, ദൈവത്തെ കോംപ്രമൈസ് ചെയ്യാത്ത ഒരു പ്രവാചകൻ. ഈ കാലഘട്ടത്തിന് വേണ്ട അതിശക്തമായ ദൈവത്തിന്റെ ദൂതാണത്. അതായത് ഏതെല്ലാം വിധത്തിൽ യേശുക്രിസ്തുവിനെ, ദൈവത്തെ നമ്മൾ ഒത്തുതീർപ്പിൽ അതിനകത്ത് വെള്ളം ചേർക്കാമോ, അങ്ങനെ ചെയ്യുന്നതിന് ഒരു മടിയില്ലാത്ത ഒരു ജനത വളർന്നു വരികയാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് ശ്രദ്ധിക്കണം. ഞങ്ങൾ കായംകുളത്ത് ഒരു സ്ഥലത്ത് ധ്യാനം നടത്തുമ്പോൾ കായംകുളത്ത് ഞങ്ങൾ താമസിക്കാം. അപ്പൊ ഞങ്ങൾ 4-5 പേരുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ മുറി പൂട്ടി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ആത്മാവ് ഇങ്ങനെ ഒരു പ്രേരണ തന്നു. അതായത് കർത്താവ് ഇങ്ങനെ ഒരു പ്രേരണ, ഒരു ഉൾക്കാഴ്ച തരികയാണ്. അതായത് ഞാൻ രാജാവാണ്, എനിക്ക് നിന്റെ എച്ചിൽ ആവശ്യമില്ല. ഇതെങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കയറി വരികയാണ്. ഞാൻ രാജാവാണ്, എനിക്ക് ആരുടെയും എച്ചിൽ ആവശ്യമില്ല. എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ കുറച്ചു നേരം കൂടെ മുറിയിലിരുന്നു. ഒരല്പസമയം കഴിയുമ്പോൾ എനിക്കൊരു വ്യക്തത കിട്ടി. കർത്താവ് പറയുകയാണ്, ഞാൻ രാജാവാണ്, എനിക്ക് ആരുടെയും എച്ചിൽ ആവശ്യമില്ല. ഞാൻ രാജാവാണ്. നിങ്ങൾ എങ്ങനെ വിചാരിക്കുക? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഒരു ചടങ്ങിന് രാജാവിനെ വിളിച്ചു. ഇത് രാജഭരണമാണെന്നും നിങ്ങൾ രാജഭരണത്തിന് കീഴിലെ ഒരു പ്രജയാണെന്നും ആ പ്രജയുടെ ഒരു കുടുംബത്തിൽ ഒരു ചടങ്ങ് നടക്കുമ്പോൾ നിങ്ങൾ രാജാവിനെ അതിഥിയായി വിളിച്ചു. നിങ്ങൾ വിളിച്ചാൽ രാജാവ് വരുമെന്ന് വിചാരിക്കുക. അങ്ങനെ രാജാവ് വന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ രാജാവിന് മുറ്റത്ത് ഒരു സ്റ്റൂളിട്ട്, ഒരു ബെഞ്ചിട്ട് കൊടുത്തിട്ട് രാജാവിനെ വീട്ടുമുറ്റത്തിരുത്തിയാൽ അതിന്റെ പേരാണ് രാജനിന്ദ. അങ്ങനെ ചെയ്താൽ എന്നാ പറ്റുമെന്നറിയാമോ? നിങ്ങൾക്ക് ചടങ്ങ് നടത്താൻ നിങ്ങളുടെ തലയുണ്ടാവില്ല. അത്രയേ ഉള്ളൂ. അതായത് രാജാവിനെ വിളിച്ച് മുറ്റത്തൊരു ബെഞ്ചിട്ടിരുത്തിയാൽ അതിന്റെ പേരാണ് രാജനിന്ദ. അദ്ദേഹം രാജാവാണെങ്കിൽ, അദ്ദേഹം ആത്മാഭിമാനമുള്ള രാജാവാണെങ്കിൽ നിങ്ങൾക്ക് തലയുണ്ടാവില്ല. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും, ഭാര്യയ്ക്കും മക്കൾക്ക് ആർക്കും തലയുണ്ടാവില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് രാജനിന്ദയാണ്. രാജാവിനെ വിളിച്ചു വരുത്തിയിട്ട് രാജാവിനെ വേണ്ട വിധത്തിൽ ബഹുമാനിച്ചില്ലെങ്കിൽ അതിന്റെ പേര് രാജനിന്ദ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ദൈവനിന്ദയുണ്ട്. ദൈവനിന്ദ എന്താ? ദൈവനിന്ദ എന്നറിയാമോ? ദൈവത്തെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവനാമത്തിൽ ജീവിച്ചു കൊള്ളാമെന്ന് പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമത്തിൽ നെറ്റിത്തടത്തിൽ മുദ്രയിട്ട് വിശ്വാസം ആരോ ഏറ്റുപറഞ്ഞ് വിശ്വാസമുള്ളൊരു കുടുംബത്തിൽ ജനിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജീവിച്ചു കൊള്ളാമെന്ന 1000 തവണ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലിയിട്ട് വീട്ടിലെ 5-ാമത്തെയും 10-ാമത്തെയും 20-ാമത്തെയും 50-ാമത്തെയും 100-ാമത്തെ സ്ഥാനം ദൈവത്തിന് കൊടുത്താൽ അതിന്റെ പേര് ദൈവനിന്ദ എന്നാണ്. ഇന്ന് ദൈവനിന്ദയിലാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന അനേകം കുടുംബങ്ങൾ. ദൈവനിന്ദ. എനിക്ക് പരിചയമുള്ള ഒരു ചെറുപ്പക്കാരനോട് ഒരിക്കൽ കർത്താവ് സംസാരിച്ചപ്പോ അവനോട് സംസാരിക്കുന്നത് കർത്താവാണെന്ന് എനിക്ക് ഉറപ്പായ ഒരു സംഭവം ഞാൻ പറയാം. അവനോട് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ കർത്താവാണ്. എനിക്ക് മനസ്സിലായ സംഭവം ഞാൻ പറയട്ടെ. അതായത് അവൻ ദേവാലയത്തിൽ നിൽക്കുമ്പോ അവനോട് കർത്താവ് പറഞ്ഞു, നീ ചെന്ന് വികാരി അച്ഛനോട് പറയണം, ഈ പള്ളിക്കകത്ത് കൃപ ഇറങ്ങാത്തതിന്റെ 1-ാമത്തെ കാരണം ഈ പള്ളിക്കകത്ത് ഒരു ദൈവനിന്ദയുടെ വസ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുന്നത്? ആഭിചാരം, ആരോ പള്ളിക്കകത്ത് ആഭിചാരം ചെയ്തു വെച്ചിട്ടുണ്ട്. ആരോ പള്ളിക്കകത്ത് ഏതോ ദൈവത്തിന് നിഷിദ്ധമായ എന്തോ അശുദ്ധ വസ്തു കൊണ്ടുവച്ചിട്ടുണ്ട്. കർത്താവ് എന്താ പറഞ്ഞെന്നറിയാമോ? നീ വികാരി അച്ഛനോട് ചെന്നിട്ട് അച്ഛനോട് പറയണം, ആ പള്ളിയിലെ എല്ലാവരും കാണുക വെച്ചിരിക്കുന്ന ആ വലിയ ക്ലോക്ക് എടുത്തു മാറ്റണം. അതാണ് ഈ പള്ളിയിൽ കർത്താവിന്റെ ആത്മാവ് ഇറങ്ങാത്തതിന്റെ കാരണം. എന്താ ദൈവം പറഞ്ഞെന്നറിയാമോ? അതായത് 10 മിനിറ്റ് ദൈവാരാധന വൈകുമ്പോ, 10 മിനിറ്റ് ദൈവാരാധനയുടെ സമയം കൂടുമ്പോ അനേകം ആത്മാക്കള് ഈ ക്ലോക്കിലേക്ക് നോക്കി ഇത് തീരുന്നില്ലല്ലോ എന്നാകുലപ്പെടുമ്പോ ദൈവം പറയുകയാണ്, അങ്ങനെ നീ ദൈവത്തെ ആരാധിക്കാൻ, എന്നെ ആരാധിക്കാൻ വേണ്ടി എന്റെ ആലയത്തിൽ വന്ന് എനിക്ക് ആരാധന തന്നുകൊണ്ടിരിക്കുമ്പോ 5 മിനിറ്റ് വൈകി എന്ന് പറഞ്ഞ് ഈ ക്ലോക്കിലേക്ക് നോക്കി നിന്റെ മനസ്സ് അസ്വസ്ഥമാകുന്നെങ്കിൽ, നീ കൂടെ വാച്ചിലേക്ക് നോക്കുന്നെങ്കിൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, നിനക്ക് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട എന്തോ ഒന്ന് വെളിയിലുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ എന്റെ സ്ഥാനം 2 അതിന്റെ പേരാണ് ദൈവനിന്ദ. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയ വേറൊരു കേസ് എനിക്ക് വെളിയിലുണ്ട് എന്നാണ് കൂടി വാച്ച് നോക്കുന്നതിന്റെ അർത്ഥം. ഇതിനൊക്കെ പ്രധാനപ്പെട്ട ഒന്ന് കർത്താവ് എനിക്ക് വേറെ ഉണ്ടെന്ന്. അപ്പോൾ ഇതെനിക്ക് 2-ാമത്തേതാണ്. 2, 5, 10 ആയിക്കോട്ടെ, ഒന്നല്ലെങ്കിൽ അത് നിന്നയാണ്. 1-ാമത് വെക്കണ്ടവന് 1-ാമത് വെച്ചില്ലെങ്കിൽ അത് നിന്നയാണ്. ദൈവം പറയാണ്, അതിന്റെ പേരാണ് എച്ചിൽ. എനിക്ക് നിന്റെ എച്ചിൽ വേണ്ട. നീ തിന്നിട്ട് ബാക്കി വെച്ചത് അതെനിക്ക് വേണ്ടാന്ന്.
എനിക്ക് നിന്റെ എച്ചില് വേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ജോലി കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കല്ലേ? കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കല്ലേ? മക്കള് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കല്ലേ? വാ, ഞാൻ പറഞ്ഞുതരാം വഴി. ഒന്നാമത്തെ വഴി, നിന്റെ വീട്ടിലെ ഒന്നാം സ്ഥാനം ആർക്കാണെന്ന് മുട്ടുകുത്തി ചിന്തിക്കുക. മുട്ടുകുത്തി ആത്മശോധന ചെയ്യും. എന്റെ വീട്ടിലെ ഒന്നാം സ്ഥാനം ആർക്കാ? കാര്യം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും, കാര്യം നടക്കാൻ വേണ്ടി ദൈവാരാധനയ്ക്ക് വരും. കാര്യം കഴിഞ്ഞു കഴിയുമ്പോ പലരെയും കാണാനില്ല. കാര്യം നടന്ന പലരെയും കാണാനില്ലെന്ന്. കാര്യം നടക്കുന്നവര് എന്തോ ഒരു ആവേശമായിരുന്നു, അത് കഴിഞ്ഞ ആരെയും കാണാനില്ലെന്ന്. അപ്പൊ അവർ വന്നത് ഈ കാര്യത്തിന് വേണ്ടിയാണ്, അല്ലാതെ കർത്താവിന് വേണ്ടിയൊന്നുമല്ല. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ഈ സന്ധ്യയിൽ പ്രിയപ്പെട്ട മക്കളെ, ഈ നഗരത്തിൽ ദൈവത്തിനെ ആത്മാവ് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം, നിന്റെ വീട്ടില് ഒന്നാം സ്ഥാനം കർത്താവിനാണോ? ദേവാലയത്തിൽ പോകാൻ, ദൈവിക കാര്യത്തിന്, പരിശുദ്ധ കുർബാനയ്ക്ക്, ജപമാലയ്ക്ക്, നിന്റെ കുടുംബത്തിൽ ദൈവിക കാര്യത്തിന് എത്ര ഒന്നാമത്തെ സ്ഥാനം അതിനാണോ? നിന്റെ വീട്ടിൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം നിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ, മുൻഗണന പട്ടികയിൽ രണ്ടാമത്തേതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രഹാമിനെ ദൈവം ടെസ്റ്റ് ചെയ്തത് അത് ചോദിച്ചിട്ടാണ്. ആദ്യം ദൈവം പറഞ്ഞു ഇസ്മായേലിനെ ഉപേക്ഷിക്കാൻ. എളുപ്പമാണത്, കാരണം ദാസിയിൽ നിന്ന് പിറന്നവനാണ്. ഇസ്മായേലിനെ കളഞ്ഞപ്പോ അടുത്ത അധ്യായത്തിൽ പറയുകയാണ് ഇസഹാക്കിനെ കൊല്ലാൻ ബുദ്ധിമുട്ടാണത്. കർത്താവിന് ഇത്രേ അറിയേണ്ടതുള്ളൂ. അബ്രഹാം ഒരിക്കൽ കൽദായരുടെ ഊർദേശത്ത് നിന്ന് വീട് വിട്ടിറങ്ങാൻ പറഞ്ഞപ്പോ കുടുംബമോ കുലമോ ഗോത്രമോ നാടോ വീടോ ഉറ്റവരെയോ ഉടയവരെയോ മാനിക്കാതെ, തിരിഞ്ഞു നോക്കാതെ, നാല് വശത്തേക്കും തിരിഞ്ഞ് ജീവിതം ഇങ്ങനെ പിന്നോട്ട് വലിച്ചപ്പോൾ അതിന്റെ ആ ഊരാക്കുടുക്കെല്ലാം പൊട്ടിച്ച്, ആ ആഗ്രഹത്തിന്റെ പാശങ്ങളെല്ലാം പൊട്ടിച്ചെറിഞ്ഞിട്ട്, സമസ്ത ബന്ധങ്ങളെയും ഭേദിച്ച്, സമസ്ത ബന്ധനങ്ങളെയും വെട്ടിച്ച് നീ പുറത്തിറങ്ങി എന്റെ പിന്നാലെ വന്നതാണ്. അറിയണം എനിക്ക്, ഇപ്പോ 80 വയസ്സായി നിനക്ക്, എനിക്കിപ്പോ അറിയണം ആ പഴയ സ്നേഹം ഉണ്ടോ നിനക്ക്? ഇപ്പോഴും ഞാനാണോ ഒന്നാമത്? 10 കൊല്ലം മുമ്പ് ഒരു ദൈവാനുഭവം ഉണ്ടായപ്പോ ഒന്നാമത് ഞാനായിരുന്നു. അറിയണം എനിക്ക്, ഇപ്പോഴും ഞാനാണോ നിന്റെ ജീവിതത്തിൽ ഒന്നാമത്തേത്? ഇപ്പോഴും നിന്റെ കുടുംബത്തിൽ ഒന്നാം സ്ഥാനം എനിക്കാണോ? അതോ നീ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പരുവപ്പെട്ടും മെച്ചപ്പെട്ടും പാകപ്പെട്ടും വന്ന വഴിയിൽ നീ എന്നെ ഇസഹാക്കിന്റെ പുറകിലാക്കിയോ? പറ, ആരാണ് വലുത്? ആരാണ് ഒന്നാമത്തേത്? ദൈവമോ ഇസഹാക്കോ? ഇസഹാക്കിനെ കൊല്ലുക എന്ന് പറഞ്ഞ് ഒരപ്പന് ചിന്തിക്കാൻ പറ്റാത്തൊരു പരമപാതകം ചെയ്യാൻ ഒരപ്പനെ പ്രേരിപ്പിച്ച് കൊലക്കത്തി അവന്റെ മാറാപ്പിൽ ഒളിപ്പിച്ചു വെച്ച് 3 ദിവസം അവനെ ആ മരുഭൂമിയിലൂടെയും ആ മലനിരകളിലൂടെയും നടത്തിയൊടുവിൽ മോറിയായുടെ മലമുകളിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മകന്റെ നെഞ്ചത്തേക്ക് കത്തി കുത്തിയിറക്കാൻ ആവശ്യപ്പെടാൻ മാത്രം കിരാത ഹൃദയനല്ല ദൈവം. ദൈവത്തിനൊരു ചോദ്യമേ ഉള്ളൂ, ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മതി. മോറിയായുടെ മലമുകളിൽ വെച്ച് അബ്രഹാം, നീ ഒരു ഉത്തരം പറയണം. ആരാണ് നമ്പർ 1? നിന്റെ ജീവിതത്തില് ഒന്നാമത്തേത് ആരാണ്? ഒന്നാമത്തേത് ഞാനാണെങ്കിൽ ഇസഹാക്കിനെ കൊണ്ടുവെക്കോ? ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലിയ തീയിറങ്ങാൻ കാരണം ഇതാണ്. അതായത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ദൈവമാണ് ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവം. അവിടെ രാജാവിനെ പേടിയില്ല, പ്രജകളെ പേടിയില്ല, മറ്റാരെയും പേടിയില്ല, മത നേതാക്കന്മാരെ പേടിയില്ല, ആരെയും പേടിയില്ല. ദൈവമാണ് ഒന്നാമത്തേത്. അങ്ങനെ ഈ മനുഷ്യൻ ആഹാബിനോട് വന്ന് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമാണ്, ഞാൻ പറഞ്ഞല്ലാതെ മഴയോ മഞ്ഞോ പെയ്യില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരാൾ പറഞ്ഞാൽ ആ പറയുന്നതിന് ദൈവം കൊട പിടിക്കും. ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകിയ ഒരാള് ഒരു കാര്യം പറഞ്ഞാൽ ആ പറയുന്ന കാര്യത്തിന് ദൈവം കൂട്ടു നിൽക്കും. അങ്ങനെ ഇസ്രായേലിൽ അടുത്ത 3 വർഷത്തേക്ക് മഴയില്ല. അങ്ങനെ ഇരിക്കുമ്പോ ദൈവം ഏലിയായോട് പറയുകയാണ്, അപകടകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ്. മോനെ, നിന്റെ പ്രാണൻ കവർന്നെടുക്കാൻ വേണ്ടി ആഹാബ് ജസബൽ സൈന്യത്തെ അയക്കും. വരൾച്ച വരുമ്പോ നിന്നെ പിടിക്കാനായിട്ട് അവര് വരും. അതുകൊണ്ട് ഒളിച്ച് താമസിച്ചോളാൻ പറഞ്ഞു. കെറീത്ത് അരുവിയുടെ തീരത്ത് ഒളിച്ച് താമസിച്ചോളുക, അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുക, നിനക്കപ്പം തരാൻ കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. തോട്ടിലെ വെള്ളം കുടിക്കാം, കാക്കകൾ അപ്പം കൊണ്ടുവരും. ഇതാണ് ദൈവത്തിന്റെ പരിപാലന. അതായത് ദൈവത്തിനൊരു വ്യക്തി ഒന്നാം സ്ഥാനം കൊടുത്താൽ, കേൾക്കണം നിങ്ങളിത്,
ദൈവത്തിന് നിന്റെ കുടുംബം ഒന്നാം സ്ഥാനം കൊടുത്താൽ പിന്നീട് നിന്റെ ഏറ്റവും നിസാരമായ ആവശ്യം പോലും നടത്തിത്തരേണ്ട ബാധ്യത ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന് നീ ഒന്നാം സ്ഥാനം കൊടുത്താൽ നിന്റെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ വിശദാംശത്തിൽ പോലും ശ്രദ്ധിക്കേണ്ട ബാധ്യത പിന്നീട് ദൈവത്തിനാണ്. ഇത് തെറ്റില്ല, ഇത് കറക്റ്റാണ്. അതായത് ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്താൽ നിന്റെ ആഗ്രഹം സാധിച്ചു തരേണ്ട ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതാണ്. 37-ാം സങ്കീർത്തനം 4-ാം വാക്യം. 37-ാം സങ്കീർത്തനം 4-ാം വാക്യം. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. എന്നൊക്കെ പറഞ്ഞേ, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. എന്നോടൊക്കെ പറഞ്ഞേ, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. എന്നോട് പറഞ്ഞേ, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത്, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത്, ഹൃദയത്തിൽ ദൈവത്തെ ഒന്നാമത് വെച്ചാൽ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും നിസ്സാരമായ ആഗ്രഹം പോലും പിന്നീട് നടത്തിത്തരേണ്ട ബാധ്യത ദൈവത്തിൻ്റെതാണ്. ദൈവം പിന്നീട് അത് ഏറ്റെടുത്ത് നിന്റെ സർവ്വസന്നാഹങ്ങളുമായി പിന്നീട് ദൈവം കാവൽ നിൽക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ മുഴുവൻ സൈന്യവും പിന്നീട് നിനക്ക് വേണ്ടി കാവൽ നിൽക്കാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും നടത്തിത്തരാൻ ദൂതന്മാർ ഇറങ്ങുകയാണ്. ദൈവത്തിന്റെ ദൂതന്മാർ നിന്റെ ആഗ്രഹങ്ങൾക്ക് കുടപിടിക്കാൻ ഇറങ്ങി വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്ത ഏലിയായ്ക്ക് വേണ്ടി വെള്ളം, കെരീത്ത് അരുവിയുടെ ആ അരുവിയിൽ നിന്ന് വെള്ളം കാക്കകൾ അപ്പം കൊണ്ടുവരും. അങ്ങനെ ഇരിക്കുമ്പോ ഏതാനും മാസങ്ങൾ കഴിഞ്ഞു, തോട്ടിലെ വെള്ളം വറ്റി കാക്കകൾ വരാതെയായി. അത് ശരിയല്ലല്ലോ. അതിനകത്തൊരു നീതികേടില്ലേ? അതിനകത്തൊരു മര്യാദയില്ലല്ലോ. അതായത് നേരത്തെ പറഞ്ഞത് അപ്പൊ തെറ്റാണോ? അപ്പൊ തൊട്ടു മുമ്പ് പറഞ്ഞതോ? ഇവന്റെ സകല ആവശ്യവും നടത്തി തരേണ്ട ബാധ്യത ദൈവത്തിൻ്റെതാണ്. കേട്ടോണം, ഇതിനകത്തൊരു മർമ്മം കിടപ്പുണ്ട്, നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നോണം. അതായത് തോട്ടിലെ വെള്ളം വറ്റി, തോട്ടിലെ വെള്ളം വറ്റി കാക്കകൾ വരാതെയായി. എന്താ വരാതായെന്നറിയാമോ? ഒറ്റ കാരണേ ഉള്ളൂ. മാസങ്ങളായിട്ട് തോട്ടിലെ വെള്ളം കുടിച്ചപ്പോ, മാസങ്ങളായിട്ട് കാക്ക കൊണ്ടുവന്ന് തരുന്ന അപ്പം തിന്നപ്പോ ഏലിയായുടെ നോട്ടം തോട്ടിലേക്കും കാക്കയിലേക്കുമായി. മേളിലോട്ടുള്ള നോട്ടം മാറി. അപ്പൊ വെള്ളം വറ്റി, കാക്ക വരാതായി. മനസ്സിലാവുന്നുണ്ടോ? അതായത് ദൈവം ചിലതിങ്ങനെ നടത്തി തന്ന് പോകുമ്പോ ഉണ്ടല്ലോ, അറിയാതെ പിന്നീട് നോട്ടം കർത്താവിലേക്കല്ല തോട്ടിലേക്കാണ്. നോട്ടം പിന്നെ ബിസിനസ്സിലേക്കാണ്. നോട്ടം പിന്നെ ഈ സഹായിക്കുന്ന ആളിലേക്കാണ്. നോട്ടം പിന്നെ ദൈവം ഒരുക്കുന്ന വഴികളിലേക്കാണ്. അപ്പൊ ദൈവത്തിന് നിർബന്ധമുണ്ട്, നോട്ടം മാറാൻ പാടില്ല. ഞാനൊരു രഹസ്യം പറഞ്ഞു തരാം. സമ്പത്ത് ക്ഷയിക്കാതിരിക്കാനുള്ള രഹസ്യം, സമ്പത്ത് വർദ്ധിക്കാനുള്ള രഹസ്യം, സമ്പത്ത് എത്ര കൂടിയാലും നോട്ടം സമ്പത്തി വെക്കരുത്. കർത്താവിൽ വെച്ചാൽ സമ്പത്ത് അവിടെ തന്നെ ഭദ്രമായിട്ടിരുന്നോളൂ. നോട്ടം മാറിയാൽ സമ്പത്ത് ക്ഷയിക്കാൻ തുടങ്ങും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ തോട് പറ്റിയ ജീവിതങ്ങൾ, കാക്ക വരാതായ ജീവിതങ്ങൾ ഇവിടെ ഉണ്ട്. കാക്ക വരാതെയായി, വെള്ളം വറ്റി. കാര്യമൊക്കെ ഏലിയായാണ്. പക്ഷേ മാസങ്ങളോളം തോട്ടിൽ നിന്ന് വെള്ളം കുടിച്ച് പിന്നീട് സാറ് ദൈവത്തെ മറന്നുപോയി. അപ്പൊ ദൈവം പറഞ്ഞു, കാക്കകളോട് പറഞ്ഞു, സ്റ്റോപ്പ്, വേറെ വഴിക്ക് വിട്ടോളാൻ പറഞ്ഞു. വേറെ പ്രവാചകന്മാര് വശന്ന് വേറെ സ്ഥലത്തുണ്ട്, അങ്ങോട്ട് പോകണം പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലിയായ്ക്ക് ഇത് മനസ്സിലായി. അപ്പോൾ ഏലിയ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞു. ദൈവം പറഞ്ഞു, വിഷമിക്കണ്ട, ഭക്ഷണം കിട്ടിയാ പോരെ, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഭാരപ്പെടണ്ട, നിനക്ക് ഭക്ഷണം കിട്ടിയിരിക്കും. ഭക്ഷണം തരാൻ സറപ്തായിലെ വിധവയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉടനെ ദൈവത്തിന്റെ കണക്ഷൻ, നെറ്റ്വർക്കിംഗ് പെട്ടെന്ന്. ഇതെല്ലാം ഈ ചേച്ചിയൊക്കെ, ഈ സറപ്തായിലെ വിധവയൊക്കെ ഈ കർത്താവുമായിട്ട് കണക്ഷനുള്ള ആളുകളാണ്. ആള് വിജാതീയ സ്ത്രീയാണെങ്കിലും ദൈവത്തോട് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ദൈവം പെട്ടെന്ന് ദൂതന്മാരെ അങ്ങോട്ട് വിട്ടു. ആ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഏലിയായ്ക്ക് അപ്പം കൊടുക്കുന്ന വിധത്തിൽ പിന്നീട് അങ്ങ് ഒരുക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ വഴികൾ വിസ്മയനീയമാണ്. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. എത്തും പിടിയും കിട്ടില്ല ദൈവത്തിന്റെ വഴികൾ, എത്തും പിടിയും കിട്ടില്ല. അതുകൊണ്ട് കുടുംബത്തിൽ എന്തെങ്കിലും രോഗം വരുമ്പോ, സഹനം വരുമ്പോ, കഷ്ടപ്പാട് വരുമ്പോ ഓർക്കരുത്, ദൈവം എന്തിനാണ് ഈ ബാധ്യത വന്നത്? ദൈവം ചില പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ദൈവത്തിന്റെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ജ്ഞാനത്തിൽ ആ മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ട് ദൈവം ഒരുക്കുന്ന വഴികളാണ് ഇതെല്ലാം. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ദൈവം സറപ്തായിലെ വിധവയോട് ഞാൻ പറഞ്ഞു, നീ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം നേരെ അവിടുന്ന് ഏലിയ യാത്ര ചെയ്ത് അദ്ദേഹം സെറേഫാത്തിലെത്തി. സീദോനിലെ സെറേഫാത്തിൽ അദ്ദേഹം പോയി താമസിച്ചു. അവിടെ ചെന്നപ്പോ പട്ടണ കവാടത്തിൽ ഒരു ചേച്ചി മകനെയും കൂട്ടിക്കൊണ്ടുവന്ന് വിറക് പറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം അടുത്ത് ചെന്നിട്ട് എന്നാ കൊണ്ട് ചേച്ചി വിശേഷം ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, എന്നാ വിശേഷം? ഒരു വിശേഷമില്ല, വിശേഷങ്ങളെല്ലാം അവസാനിക്കാൻ പോവാണ്, വിശേഷമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്നാ ഒരു സങ്കടം? സങ്കടോ ചോദിച്ചോണ്ട് പറയാം, ചാവാൻ പോവാന്ന്. ഇതാണ് വിശേഷം. വിശേഷം ഇപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നാട്ടിലൊരു വിശേഷം ഉണ്ടാവും. അപ്പോ അദ്ദേഹം പറഞ്ഞു, എന്താ പ്രയാസം? എന്താ? പട്ടിണി, കഴിക്കാവുന്നില്ല. ഞാൻ ഈ കൊച്ചനും കൂടെ എല്ലാവർക്കും ഭാരമായിട്ട് എന്തിനാ ജീവിക്കുന്നത്? അപ്പൊ ഈ കമ്പ് പറക്കി തീ കത്തിച്ച് കുറച്ച് മാവിരിപ്പുണ്ട്, 2 അപ്പം ചൂടാനുള്ള മാവുണ്ട്, അതുണ്ടാക്കി തിന്നിട്ട് മരിക്കും. ഏലിയ അങ്ങനെ മേളിലോട്ട് നോക്കി. ഈ ഗതികേടിലോട്ടാണ് ഉണ്ണാൻ വിട്ടിരിക്കുന്നത്. മനസ്സിലായോ? അത് നമ്മൾ അങ്ങനെ ചോദിക്കും ചില സാഹചര്യങ്ങൾ. അതായത് ഇങ്ങോട്ട് ഇപ്പൊ ഇദ്ദേഹം ചിക്കൻ ബിരിയാണി കാണുമെന്ന് വിചാരിച്ച് വന്നതാ. വന്നപ്പോ അതേ ഇവിടെ 2 അപ്പം ഉണ്ട്, അത് തിന്നിട്ട് ചാവാൻ നിൽക്കുകയാണ് 2. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിന് നമ്മളെ പോലെ സംശയാലുക്കൾ അല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ സ്വർഗസ്ഥനാവേദാവൻ നന്മ പറഞ്ഞവനും ചൊല്ലി കൊന്തയൊക്കെ പിടിച്ചു നിന്നു. അപ്പൊ ഈ ചേച്ചി പറഞ്ഞു, അതുകൊണ്ട് സാറേ അപ്പം തിന്നിട്ട് മരിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരപ്പം എനിക്കിവിടെ തരാൻ പറഞ്ഞു. അവര് ചോദിച്ചു, ഇയാൾക്ക് മലയാളം മനസ്സിലാവില്ലേ? എടോ മനുഷ്യ, അപ്പം ഇല്ലാത്തോണ്ട് ഉള്ളത് ഉണ്ടാക്കി തിന്നിട്ട് ചാവാൻ നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പൊ ഇങ്ങനെ അപ്പം ചോദിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ ചേച്ചി, ഒരപ്പം എനിക്കിവിടെ തരാൻ പറഞ്ഞു. ഞാനും ഇതുപോലെ തന്നെ, മരിക്കുന്നില്ലെന്നേ ഉള്ളൂ, പട്ടിണിയാ. കാക്കകൾ വരുന്നില്ല, കാക്കകൾ വരാതായി. അപ്പൊ ഈ സ്ത്രീക്ക് എന്തോ ഒരു പ്രേരണ കിട്ടിക്കാണും. അവര് പറഞ്ഞു, എന്നാ പിന്നെ കൊടുക്കാം, ഇതുപോലെ ഗതികേട്, 3 പേർക്കൂടെ മരിക്കാം തിന്നിട്ട്. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സഹോദരി ചെന്ന് അപ്പം ഉണ്ടാക്കി ഈ ചേട്ടന് കൊടുത്തു. അദ്ദേഹമല്ലേ നല്ല നടന്നൊക്കെ വന്ന് ക്ഷീണവും വിശപ്പും ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം ആ അപ്പം കഴിച്ചു. ഏലിയ അവളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ അതിൽ നിന്ന് ചെറിയൊരു അപ്പം ഉണ്ടാക്കി എനിക്ക് കൊണ്ടുപോവാ, പിന്നെ നിനക്ക് മകനും വേണ്ടി ഉണ്ടാക്കിക്കോ. ഇനി ദൈവം ഭൂമിയിൽ മഴ പെയ്യ്ക്കും വരെ കലത്തിലെ മാവ് തീരില്ല, ഭരണിയിലെ എണ്ണ വറ്റില്ല. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യും. ഒറ്റ വാക്ക്, അതവിടെ കാണുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോ ചന്തയിൽ നിന്ന് പോണ്ട ചേച്ചി, മാവ് കൂടി വന്നുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക്. എനിക്ക് ബുദ്ധിമുട്ടില്ലാത്ത എന്താ അച്ഛാ, ഞാനിത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇത് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഇഷ്ടംപോലെ അനുഭവങ്ങൾ എന്റെ മനസ്സിലുണ്ട് പറയാൻ. ദൈവം നൂലെ കെട്ടി ഇറക്കുമോ? പലരും ചോദിച്ചിട്ടുണ്ട് എന്നോട്. ദാരിദ്ര്യം മാത്രം സ്വന്തമായിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യരുടെ ഇടയിൽ 4 കൊല്ലം ഞാൻ താമസിച്ചിരുന്നു. അവർക്കാകെയുള്ള അവരുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവും ദാരിദ്ര്യവും. എന്നോട് ആ കോളനിയിലെ ഒരു ചേട്ടന്റെ പേര് ഗണേശൻ, റോഡ് പണിക്കാരനാണ്. റോഡിന്റെ ടാറ് ആ പണിക്ക് പോകുന്ന മനുഷ്യൻ. അതേ ഇങ്ങനെ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോ ഒരാൾ കാർ ഓടിച്ചു പോകുന്നു. അയാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഞാനും അവനും ഒരു ജാതിയാന്ന് പറഞ്ഞു. അദ്ദേഹം ഇവര് ട്രൈബൽസ് ആണ്. ഞാനും അവന് ഒരു ജാതിയാച്ചാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെന്തിനാ എന്നോട് പറയുന്നേ ഗണേശ? അപ്പൊ അതേ എന്റെ അടുത്ത് പറഞ്ഞു, ഞാനും അവന് ഒരുമിച്ച് പഠിച്ചതാണ്, ഒരു ജാതിയാണ്, ഞാൻ റോഡ് പണിക്കാരൻ, അവൻ ഹെൽത്ത് ഇൻസ്പെക്ടർ. എനിക്ക് മനസ്സിലായി അവൻ എന്താ ഉദ്ദേശിച്ചത്. മാമോദീസ മുങ്ങിയത് കൊണ്ടാണ് ഇവന് ജോലി കിട്ടാത്തത്. ക്രിസ്ത്യാനിയായതിന്റെ പേരിൽ ഇവന് ജോലി കിട്ടില്ല, മറ്റേ ആൾക്ക് കിട്ടും. അപ്പൊ ഞാൻ ഒന്നും മിണ്ടിയില്ല, എനിക്ക് പറയാൻ മറുപടിയില്ല, ഞാൻ മിണ്ടിയില്ല. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ അതിന്റെ പേരിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. അവന്റെ വീട്ടിലില്ലാത്ത ഒന്ന് എന്റെ വീട്ടിലുണ്ട്, അതിന്റെ പേരാണ് സമാധാനം.
ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ വീട്ടിലില്ലാത്തത് എന്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ പള്ളി വരുന്നുണ്ട്, യേശുവിനെ അറിയുന്നുണ്ട്, ഞാൻ റോഡ് പണിക്കാരനാണ്, പക്ഷെ എന്റെ വീട്ടിൽ സമാധാനമുണ്ട്. അങ്ങനെയുള്ള പാവങ്ങളാണ് ആ കോളനിയിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നൂലെ കെട്ടി ദൈവം ഇറക്കുവോ? ഇറക്കും. ഞാൻ കണ്ടിട്ടുണ്ട് ഇറക്കുന്നത്. നോക്കി നിൽക്കെ ദൈവം വഴി തുറക്കുന്നത്, വാതിൽ തുറക്കുന്നത്. തിരുവചനം സത്യമാണ്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 34:10, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിന്റെയും കുറവുണ്ടാവില്ല. എന്നൊക്കെ പറഞ്ഞ വചനം, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിന്റെയും കുറവുണ്ടാവില്ല. എന്നുള്ളവരൊക്കെ പറഞ്ഞേ, നല്ല ഈട്ടി വെട്ടുന്ന പോലെ പറഞ്ഞേ. ഞാൻ പറഞ്ഞതിന് ആവർത്തിച്ചാൽ മതി. സിംഹക്കുട്ടികൾ സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിന്റെയും കുറവുണ്ടാവില്ല. വലതുകരം ഉയർത്തി വിശ്വാസത്തോടെ പറഞ്ഞാലോ, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിന്റെയും കുറവുണ്ടാവില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിന്റെയും കുറവുണ്ടാവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആ വീട്ടിൽ ഏലിയ താമസിക്കുകയാണ്. ആ വീട്ടിൽ ഏലിയ താമസിക്കുമ്പോ ആ വീട്ടിൽ ദൈവം ഭരണിയിൽ എണ്ണ, കലത്തിൽ മാവ്. ഒരു ദിവസം ആ സഹോദരിയുടെ മകൻ മരിച്ചു. മകൻ മരിച്ചു കഴിഞ്ഞപ്പോ ഏലിയ ആ മകനെ ഉയർപ്പിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. അതിൽ കഴിഞ്ഞിട്ട് 18-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒബാദിയ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ, ഒബാദിയ ആഹാബിന്റെ കൊട്ടാരത്തിലെ ഒരു ജോലിക്കാരനാണ്. നിങ്ങൾ മടുത്തോ? ഒബാദിയ ആഹാബിന്റെ കൊട്ടാരത്തിലെ ജോലിക്കാരനാണ് ഒബാദിയ. ഒബാദിയ ഒരു ദിവസം ഏലിയായുടെ അടുത്ത് വന്നു. ഏലിയായുടെ അടുത്ത് വരുമ്പോ ഏലിയായോട് ഒബാദിയ പറഞ്ഞു, ആഹാബ് നിന്നെ കണ്ട കൊല്ലാൻ നിൽക്കുകയാണ്. ഒബാദിയായോട് ഏലിയ പറഞ്ഞു, നീ പോയിട്ട് ആഹാബിനോട് എന്നെ കണ്ടെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എങ്ങനെ പറയും? കണ്ടാൽ പ്രവാചക നിന്നെ കൊല്ലും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നെ കണ്ടെന്ന് എന്ന് നീ പറഞ്ഞു, എനിക്കൊരാവശ്യമുണ്ട്, നീ അത് ചെന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ ഒബാദിയായെ വഴിക്ക് വെച്ച് കണ്ടുമുട്ടിയ ഏലിയ പറഞ്ഞതനുസരിച്ച് ഒബാദിയ ആഹാബിന്റെ അടുത്ത് ചെന്ന് ഏലിയായെ കണ്ട വിവരമറിയിച്ചു. ആഹാബ് ഏലിയായെ കാണാൻ വന്നു. ഇങ്ങോട്ട് വരികയാണ്. ആദ്യം അങ്ങോട്ട് പോയതാണ്, ഇപ്പൊ തന്നെ വരികയാണ്. മഴയില്ല, ദേശത്തെല്ലാം വരൾച്ചയാണ്. അപ്പൊ അതുകൊണ്ട് ആഹാബ് ഏലിയായെ കാണാൻ വന്നു. ഏലിയായെ കണ്ടപ്പോൾ ആഹാബ് ചോദിച്ചു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന ഏലിയ, പ്രവാചക, നീയല്ലേ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത്? സത്യമല്ലേ? ഏലിയ അല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലാതെ മഴയോ മഞ്ഞോ പെയ്യില്ലെന്ന്. സത്യമല്ല, സത്യമല്ല. അങ്ങനെ തോന്നും പലർക്കും. പ്രവാചകന്മാരെന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ പേരിലാണ് ദുരന്തം ഉണ്ടായതെന്ന് ആളുകൾ ചിലപ്പോ പറയും. അതല്ല, ദുരന്തം ഉണ്ടാവുമെന്ന് ദൈവം വെളിപ്പെടുത്തി കിട്ടിയവര് പറഞ്ഞെന്നേ ഉള്ളൂ, അല്ലാതെ അവര് പറഞ്ഞത് കൊണ്ട് ഇതുണ്ടായതല്ല. അപ്പൊ ഏലിയ മറുപടി പറഞ്ഞു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയാണ്. അതായത് ദൈവത്തെ മാനിക്കാത്ത, ദൈവത്തെ ആരാധിക്കാത്ത, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാത്ത ഒരു ജനതയുടെ ക്ലേശങ്ങൾക്ക് കാരണം നീയാണ്. ബാലിന് നീ പണി കഴിപ്പിച്ച ക്ഷേത്രം, അഷേരായ്ക്ക് നീ പണി കഴിപ്പിച്ച അഷേര പ്രതിഷ്ഠ, നീ ഉണ്ടാക്കിയ പൂജാഗിരികൾ, നീ പണിത ജെറീക്കോ നഗരം പണിയാൻ നീ ഉദ്യമിച്ചത്, ആഹാബേ, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് നീയാണ്. അപ്പോ ആഹാബ് ചോദിച്ചു, എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. നീ ബാലിന്റെ പ്രവാചകന്മാരെയും കൂട്ടിക്കൊണ്ട്, അഷേര പ്രതിഷ്ഠയുടെ പ്രവാചകന്മാരെയും കൂട്ടിക്കൊണ്ട് കാർമൽ മലയിലേക്ക് നീ വരണം. നീ ഇസ്രായേൽ ജനത്തെ മുഴുവൻ കാർമൽ മലയിൽ എന്റെ അടുക്കൽ വിളിച്ചു കൂട്ടണം. ജസബൽ പോറ്റുന്ന ബാലിന്റെ 450 പ്രവാചകന്മാരെയും അഷേരായുടെ 400 പ്രവാചകന്മാരെയും കൂട്ടിക്കൊണ്ടുവരണം. പ്രിയപ്പെട്ടവരെ, ആഹാബ് ഇസ്രായേൽ ജനത്തെയും പ്രവാചകന്മാരെയും കാർമൽ മലയിൽ ഒരുമിച്ച് കൂട്ടി. തീ ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കാണാൻ പോകുന്നു. ആഹാബ് ഇസ്രായേൽ ജനത്തെയും ബാലിന്റെ പ്രവാചകന്മാരെയും കാർമൽ മലയിൽ ഒരുമിച്ച് കൂട്ടി. ഏലിയ ജനത്തോട് ചോദിച്ചു, മക്കളെ,
നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാലുവെക്കും? നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാലുവെക്കും? 10 കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? 10 കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? 5-ാം പ്രമാണം അല്ലേ കൊല്ലരുത്? 6-ാം പ്രമാണം അല്ലേ വ്യഭിചാരം ചെയ്യരുത്? 7-ാം പ്രമാണം അല്ലേ മോഷ്ടിക്കരുത്? 8 കള്ളസാക്ഷ്യം. പിന്നെന്താണ് 1-ാം പ്രമാണം? എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം, എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. 10 കൽപ്പനകൾ ദൈവം തരുമ്പോ അതിലെ 1-ാമത്തേതായിട്ട് ദൈവം വെച്ചിരിക്കുകയാണ്, നിന്റെ ദൈവം സത്യദൈവമായ യഹോവയായിരിക്കണം, യേശു ക്രിസ്തു ആയിരിക്കണം. നമ്മൾ പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ദൈവത്തെ 1-ാം സ്ഥാനത്ത് വെക്കണം. തീ ഇറങ്ങുന്നതിനുള്ള തടസ്സം ഇതാണ് പ്രിയപ്പെട്ടവര്. കൃപ ഇറങ്ങുന്ന, അതായത് ഇടവകയിൽ, ദേവാലയത്തിൽ, കോൺവെന്റുകളിൽ, വൈദിക മന്ദിരങ്ങളിൽ, മെത്രാൻ മന്ദിരങ്ങളിൽ, സഭാ കൂട്ടായ്മകളിൽ, കുടുംബങ്ങളിൽ, ആരെ മാറ്റി നിർത്തണ്ട, എല്ലായിടത്തും തീ ഇറങ്ങണമെങ്കിൽ നമ്പർ 1 ക്രൈറ്റീരിയൻ നമ്പർ 1, അതായത് 1-ാം സ്ഥാനത്ത് ദൈവത്തെ വെക്കണം. പണം കയറി 1-ാമത് വന്നാൽ, അധികാരമോഹം കയറി 1-ാമത് വന്നാൽ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള കൊതി 1-ാമത് വന്നാൽ, എല്ലാവരെയും പ്രസാദിപ്പിക്കുക എന്ന ചിന്ത 1-ാമത് വന്നാൽ, ഏതെങ്കിലും നേട്ടങ്ങൾ 1-ാമത് വന്നാൽ, അവിടെ അഗ്നി ഇറങ്ങില്ല, അഭിഷേകം ഇറങ്ങില്ല, അവിടെ വിടുതലുണ്ടാവില്ല. 1-ാമത് ദൈവത്തെയാണ് 1-ാം സ്ഥാനത്ത് വെക്കേണ്ടത്. മക്കളെ, നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാലുവെക്കും? എത്ര നാൾ നിങ്ങൾ 2 വഞ്ചിയിൽ കാലുവെക്കും? സത്യദൈവത്തിലേക്ക് മടങ്ങി വരണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കുമ്പസാരക്കൂട്ടിൽ നമ്മൾ ഏറ്റുപറയേണ്ട 1-ാമത്തെ പാപം സത്യത്തിൽ അവിശ്വാസമാണ്. 10 കൽപ്പനകളിൽ 9 കൽപ്പനകളും ബാക്കി 9 കൽപ്പനകളും പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടതാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒറ്റ കൽപ്പനയുള്ളൂ, അത് 1-ാം പ്രമാണം മാത്രമാണ്. അതായത് ഇത് മനസ്സിനകത്താണ്, ഹൃദയത്തിനകത്താണ്. ആർക്കും ഇങ്ങനെ സെൻസർ വെച്ച്, മൈക്രോസ്കോപ്പിക് മിഴികൾ വെച്ച് കണ്ടെത്താൻ പറ്റില്ല. ഇത് അകത്താണ്. ഒരാളുടെ ഉള്ളിൽ അയാൾ ദൈവത്തെ എവിടെ, ഏത് സ്ഥാനത്താണ് വെച്ചിരിക്കുന്നത്, ഇത് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, കണ്ടെത്തി എടുത്ത് വിചാരണ ചെയ്യാനൊന്നും പറ്റില്ല. ഇതൊരുത്തന്റെ അകത്താണിത്, അവന്റെ മനസ്സിനകത്താണ്, ഹൃദയത്തിനകത്താണ്. ദൈവത്തിന് എത്രാമത്തെ സ്ഥാനമാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വചനം വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഈശോ പത്രോസിനോട് പറഞ്ഞു, ശിമയോൻ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. ലൂക്ക 22:31, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കണം. ഇത് കേൾക്കണേ. ശിമയോൻ ഡബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ ബൈബിളിൽ 7 വചനങ്ങളുണ്ട്. 2 ആവർത്തി പേര് വിളിച്ച് ദൈവം വിളിക്കുന്ന 7 വചനങ്ങളുണ്ട്. മോശെ, യാക്കോബേ, സാവൂൾ, സാമുവേൽ, ഇങ്ങനെ ഈ ഡബിൾ സ്റ്റേറ്റ്മെന്റുകളാണ്. ശിമയോൻ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളാണ് അതെല്ലാം. അങ്ങനെയുള്ള 7 വാക്യങ്ങളുണ്ട്. ശിമയോൻ, ഗോതമ്പ് പോലെ സാത്താൻ നിന്നെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ ഞാൻ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ. എന്റെ ചോദ്യം, സാത്താൻ ഗോതമ്പ് പോലെ ആരെ പാറ്റാൻ ഉദ്യമിച്ചു? മറുപടി പറയണം. ശിമയോനെ, പത്രോസിനെ. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആര് പ്രാർത്ഥിച്ചു? ആരാ പ്രാർത്ഥിച്ചേ? ഈശോ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് പവറുണ്ടോ? ഉണ്ട്. പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചത് നടക്കണ്ടേ? എന്റെ ചോദ്യം ഇതാണ്. പക്ഷേ പത്രോസ് 3 തവണ വീണുപോയി. ഈശോയാണ് പ്രാർത്ഥിച്ചത്, എന്നിട്ട് കിടക്കുന്നു. ഈശോ പ്രാർത്ഥിച്ചിട്ട് പോലും പത്രോസ് വീണുപോയി.
അപ്പൊ നമ്മൾ പറയണ ഈശോയെ പിന്നെന്തോ ഉണക്ക പ്രാർത്ഥന നീ പ്രാർത്ഥിച്ചത്, ഈ പ്രാർത്ഥിച്ചത് ആണ്ട പത്രം താഴെ കിടക്കണം. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ഈശോ എന്താ പറഞ്ഞെന്നറിയാമോ? ശിമയോൻ ഗോതമ്പ് പോലെ സാത്താൻ നിന്നെ പാറ്റാൻ ഉദ്യമിച്ചു, നീ വീഴാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നല്ല. ഈശോ പറഞ്ഞ എന്താ? ശ്രദ്ധിച്ചു വായിച്ചു. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെയും ഉറപ്പിക്കണം. നീ വീഴാതിരിക്കാൻ പ്രാർത്ഥിച്ചു എന്നല്ല. ഈശോയ്ക്കറിയാം മനുഷ്യൻ ദുർബലനാണ്, അവൻ ചിലപ്പോ വീഴും. പക്ഷേ ഈശോ പ്രാർത്ഥിച്ചത് വീണാലും അവന്റെ വിശ്വാസം ക്ഷയിക്കരുത്. വിശ്വാസം ക്ഷയിക്കാതിരുന്നാൽ ഏത് വീണിടത്ത് നിന്നും അവൻ തിരിച്ച് സ്പ്രിങ് പോലെ എഴുന്നേറ്റ് വരും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ഇതാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിന്. വിശ്വാസം പോയാ പോയി. വീണാലും എഴുന്നേക്കും. നമ്മൾ എഴുന്നേക്കുമെന്ന് വീണാലും. കോപിച്ചാൽ, അസൂയപ്പെട്ടാൽ, അഹങ്കരിച്ചാൽ, കുറ്റം പറഞ്ഞാൽ, ദേഷ്യപ്പെട്ടാൽ, ധനമോഹം തോന്നിയാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണാലും നമ്മൾ എഴുന്നേക്കും. എഴുന്നേക്കുന്ന എന്തുണ്ടെന്നറിയാമോ? വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. വിശ്വാസം എന്തിലുള്ള വിശ്വാസം? യേശുക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപത്തിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കും. എഴുന്നേറ്റ്. എന്നാൽ ആ വിശ്വാസം പോയാലോ? ഇന്ന് നമുക്ക് സഭയ്ക്കെതിരെ സാത്താൻ ഉപയോഗിക്കുന്ന നമ്പർ 1 ടാർഗറ്റ് എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? വിശ്വാസം ഇല്ല. വിശ്വാസം ഇല്ലെന്ന് ഉണ്ടെന്ന് നമ്മൾ പറയുന്നതേ ഉള്ളൂ. ഇല്ലെന്ന് ഇല്ല, ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ വിശ്വാസ പ്രമാണം 33 തവണ നമ്മൾ ചൊല്ലുന്നുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈശോ വീണ്ടും വരും വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? എന്നാ നിങ്ങൾ എന്താ ഇങ്ങനെ ജീവിക്കുന്നേ? ഈശോ വീണ്ടും വരുമെന്ന് വിശ്വസിച്ചിട്ട് പിന്നെ എന്തിനാ നിങ്ങൾ അരസെന്റിന് വേണ്ടി വഴക്കിട്ടത്? ഈശോ വീണ്ടും വരും, അവൻ സ്വർഗത്തിൽ എനിക്കൊരു പ്രതിഫലമുണ്ട്, അത് വിശ്വസിക്കുന്നവൻ ഈ മണ്ണി കിടന്ന് അടികൂടുവോ? അവനൊരു അതിരിന് വേണ്ടി അടികൂടുവോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഉൾപ്പെടുന്ന നമ്മുടെ സമൂഹങ്ങൾ പലതും വിശ്വസിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ചുമ്മാ നമ്മൾ പറയുന്നത് ഇതൊന്നും നമ്മളൊന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെറുതെ കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് ചോദിച്ചു നോക്കണം, ഞാൻ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരിക്കൽ വന്നെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് ഒരിക്കൽ ഇവിടെ വന്നായിരുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശരിക്കും സത്യമാണോ? ഇന്നലെ ഞാനൊരു ആശങ്ക പങ്കുവെച്ചു. എന്റെ മനസ്സിലൊരു ഭയമുണ്ട്. അതായത് ഞാൻ സത്യമായിട്ട്, ഇത് മേന്മയൊന്നുമല്ല, കർത്താവ് എന്നോട് ക്ഷമിക്കണേ, ഞാൻ സത്യമായിട്ട് വിശ്വസിക്കുന്നുണ്ട് വരും കേട്ടോ, വരും. എനിക്കത് ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, അതിൽ എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, കർത്താവ് വരും. എന്താ പറയുക, എനിക്കത് മനസ്സിലായത് എങ്ങനെയാന്ന് ഞാൻ പറയാം. എനിക്കത് വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെയാന്ന് ഞാൻ പറയട്ടെ. ഒരു ദിവസം രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാൻ തന്നെ ഉള്ളായിരുന്നു, ആരും ഇല്ലായിരുന്നു. അപ്പോ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു നീണ്ടു നിൽക്കുന്ന ഒരു ഇടിവെട്ടി. അതിങ്ങനെ ഇടിവെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എനിക്കത് ഇടിയാന്ന് മനസ്സിലായി. ഞാൻ ഞെട്ടി എഴുന്നേറ്റിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു. എനിക്കൊന്നും പിടികിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഭയങ്കര ശബ്ദം ഇങ്ങനെ നിൽക്കുകയാണ്, അങ്ങ് മുഴങ്ങി നിൽക്കുകയാണ്. സത്യമായിട്ട് ഞാൻ വിശ്വസിച്ചു കർത്താവ് വന്നതാണ്. ഞാൻ വാതിൽ തുറന്ന് വെളിയിൽ ഇറങ്ങി. എനിക്ക് ഒറ്റ സങ്കടം ഉണ്ടായിരുന്നുള്ളൂ, കൈലി ഉടുത്തോണ്ട് അവനെ സ്വീകരിക്കേണ്ടി വരുമല്ലോ എന്ന ഒരു സങ്കടം. കാരണം അത്ര ഡീസന്റ് ഡ്രസ്സിലായിരുന്നില്ല ഞാനപ്പോ. മാത്രമേ ഉള്ളായിരുന്നു എന്റെ സങ്കടം. അപ്പോഴെനിക്ക് അത് കഴിഞ്ഞിട്ട് ഭയങ്കര ചിരിയും തമാശയൊക്കെ വന്നു. ഞാൻ അങ്ങനെ ഒരു ആവേശം, ഒരു ചിരി. കാരണം ഞാൻ വിചാരിച്ചു, ദൈവമേ എനിക്കിത് വിശ്വാസം ഉണ്ടല്ലേ കർത്താവ് വരും. ഒരു 10 മിനിറ്റ് ഇടി നീണ്ടു നിന്നപ്പോ ഞാൻ വിചാരിച്ചു അത് വന്നാന്നാ വിചാരിച്ചു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. വിശ്വാസം, എന്റെ പ്രിയപ്പെട്ട മക്കളെ, വിശ്വാസം. കർത്താവ് പറയാണ്, ശിമയോൻ എടാ സാത്താൻ വിഴുങ്ങാൻ കാത്തു നിപ്പണ്ടടാ, നിന്നെ നിന്റെ സഹോദരന്മാരെ ചിതറിക്കും. കുരിശിന്റെ ചുവട്ടിൽ നിന്ന് എല്ലാ പ്രതീക്ഷകളും തട്ടിയുടയ്ക്കപ്പെട്ട് ചില്ലുകൂടാരം പോലെ സമസ്ത സ്വപ്നങ്ങൾ തകർന്നു വീഴുന്ന ആ കാൽവരിയുടെ കുന്നിൽ ഒഴുകിയ ആ തിരുരക്തം ഒഴുകിയ ആ സന്ധ്യയിൽ കുരിശിൽ കർത്താവ് കിടന്ന് ദിഗന്ധങ്ങളെ ഭേദിച്ചുകൊണ്ട് നിലവിളിക്കുന്ന സന്ധ്യയിൽ 12 അപ്പസ്തോലന്മാരിൽ ഒരുവൻ തൂങ്ങി മരിക്കുകയും ഒരുവൻ തള്ളിപ്പറയുകയും 10 പേര് 10 ദിശകളിലേക്ക് ഓടിപ്പോവുകയും ചെയ്യും. ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോവും. ഇടയൻ അടിക്കപ്പെടും, ആടുകൾ ചിതറിപ്പോവും. അങ്ങനെ ഒരു ദിവസം വന്നു ചേരും. അന്ന് എല്ലാവരും ചിതറിപ്പോകുമ്പോ പത്രോസ് ഒരിടത്ത് നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഈ 3 വർഷത്തെ യേശുവിന്റെ കൂടെ നടന്ന ഓർമ്മകളെ കുറിച്ച് ഓർത്തോർത്ത് ധ്യാനിച്ച് നീ നിൽക്കുമ്പോ നിന്റെ ഉള്ളിലേക്ക്
ഓടിപ്പോയ നിന്റെ ഉള്ളിലേക്ക്, പിന്തിരിഞ്ഞു പോയ നിന്റെ ഉള്ളിലേക്ക്, പരാജയപ്പെട്ടു എന്ന് തോന്നുന്ന നിന്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ മോനെ, വിശ്വാസം വരും, നീ തിരിച്ചു വരും. നീ തിരിച്ചു വരുവടാ. നീ തിരിച്ചു വന്നിട്ട് അന്ത്രയോസ്, യാക്കോബേ, യോഹന്നാൻ, ബർത്തലോമിയ എല്ലാരും വിളിച്ചിട്ട് ദേ നമുക്ക് ഒരുമിച്ചിരിക്കാം. നീ നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കണം. ശിമയോൻ ഗോതമ്പ് പോലെ സാത്താൻ നിന്നെ പാറ്റാൻ ഉദ്യമിച്ചു. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഏലിയ പറയുകയാണ്, മക്കളെ നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാലുവെക്കും? ഇവിടാണ് വിശ്വാസമെങ്കിൽ, യേശുവിലാണ് വിശ്വാസമെങ്കിൽ അതിനനുസരിച്ച് പ്രതികരിക്കും. വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? നല്ലൊരു പ്രാർത്ഥനയാണ് ലൂക്കാ 17:5. ലൂക്കാ 17:5 അപ്പസ്തോലന്മാർ കർത്താവിനോട് അപേക്ഷിച്ചു, കർത്താവേ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പസ്തോലന്മാർ കർത്താവിനോട് അപേക്ഷിച്ചു. എന്താണ് അപേക്ഷിച്ചത്? കർത്താവേ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പസ്തോലന്മാർ കർത്താവിനോട് അപേക്ഷിച്ചു, കർത്താവേ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഇത് നല്ല പ്രാർത്ഥനയാണ്. കർത്താവേ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവ് എന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? റോമാലേഖനം 8:31 ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ഇത് വിശ്വസിക്കും മക്കളെ. ജോലി കിട്ടാത്ത നീ, കല്യാണം നടക്കാത്ത നീ, രോഗബാധിതമായ ശരീരമുള്ള നീ, കടബാധ്യതയിൽ നട്ടം തിരിയുന്ന നീ, ഇത് വിശ്വസിച്ചാൽ നിനക്ക് തിരിച്ചു വരാം. വിശ്വസിച്ചാൽ നിനക്ക് എഴുന്നേൽക്കാം. വിശ്വസിച്ചാൽ നിന്റെ കുടുംബത്തിന് വീണ്ടും പുനർനിർമ്മിക്കപ്പെടാം. വിശ്വസിച്ചാൽ തീ ഇറങ്ങും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? നഗ്നതയാപത്തോ പട്ടിണിയോ വാളോ? പൗലോസ് പറയുകയാണ്, ഇഹലോകത്തുള്ളവയ്ക്കോ വരാനുള്ളവയ്ക്കോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റാൻ കഴിയില്ലെന്ന് എനിക്കുറപ്പുണ്ട്. ഏലിയ പറയുകയാണ്, മക്കളെ നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാലുവെക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുക. ബാലാണ് ദൈവമെങ്കിൽ അവന്റെ പിന്നാലെ പോകുക. ജനം ഒന്നും പറഞ്ഞില്ല. ഇപ്പോ ജനത്തിന് മറുപടിയില്ല. ജനം ഒന്നും പറഞ്ഞില്ല. ബാലാണ് ദൈവമെങ്കിൽ അവന്റെ പിന്നാലെ പോവുക, കർത്താവാണ് ദൈവമെങ്കിൽ കർത്താവിനെ അനുഗമിക്കുക. ജനം ഒന്നും പറഞ്ഞില്ല. ഏലിയ വീണ്ടും ജനത്തോട് പറഞ്ഞു, കർത്താവിന്റെ പ്രവാചകന്മാരിൽ ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. ബാലിനാകട്ടെ 450 പ്രവാചകന്മാരുണ്ട്. 2 കാളകളെ തരണം. ഒന്നിനെ അവർ കഷണങ്ങളാക്കി ബലിപീഠത്തിന്റെ മേൽ വെക്കട്ടെ, തീ കൊളുത്തരുത്. മറ്റേതിനെ ഞാനും ഒരുക്കി വിറകന്മേൽ വെക്കാം, ഞാനും തീ കൊളുത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കണം, ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. അഗ്നി അയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം. അഗ്നി അയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം. അപ്പൊ ഇതാണ് ബാലിന്റെ പ്രവാചകന്മാരുടെ മുമ്പിൽ, ജനത്തിന്റെ മുമ്പിൽ ഏലിയ വെക്കുന്ന വെല്ലുവിളി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, അസാധാരണമായ ഒരു വിശ്വാസം, അസാധാരണമായ ഒരു ദൈവാശ്രയ ബോധം അതുള്ള ഒരു പ്രവാചകനെ ഇങ്ങനെ പറയാൻ പറ്റൂ? താൻ എന്തിലാണോ വിശ്വസിക്കുന്നത്, ഏതിലാണോ താൻ ആശ്രയം വെച്ചിരിക്കുന്നത്, അതിനെക്കുറിച്ച് നല്ല ബോധ്യം, നല്ല ഉറപ്പ്. മക്കളെ, കർത്താവ് സഹായിക്കും, കർത്താവ് കൂടെയുണ്ട്, കർത്താവ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. ഈ വിശ്വാസം നിങ്ങൾ ഓർക്കേണ്ടത്, ഈ വിശ്വാസം ഇന്ന് മാതാപിതാക്കൾക്ക് ഉണ്ടെങ്കിൽ അത് മക്കളിൽ ഉണ്ടാവും. മാതാപിതാക്കളിൽ ഈ വിശ്വാസം കത്തിജ്വലിക്കുന്നെങ്കിൽ അത് മക്കളിലേക്ക് പകരപ്പെടും. എന്നാൽ മാതാപിതാക്കൾക്ക് ആ വിശ്വാസം ഇല്ല. മാതാപിതാക്കൾ പലതിനെ കുറിച്ചും സന്ദേഹികളാണ്, സംശയാലുക്കളാണ്. കർത്താവ് സഹായിക്കും, കർത്താവ് ഇടപെടും, കർത്താവ് തരും, കർത്താവ് കൈവിടില്ല. പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനൊരു വിശ്വാസം, മനോഹരമായ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. യെശയ്യാ പ്രവചനം 51-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം ഇങ്ങനാണ്: ദൈവത്തെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ എന്റെ വാക്ക് കേൾക്കണം. പരിശുദ്ധാത്മാവ് പറയുകയാണ്, യെശയ്യാ പ്രവചനം 51-ാം അധ്യായത്തിൽ പറയുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്നവര്, രക്ഷ തേടുന്നവര് എന്റെ വാക്ക് കേൾക്കണം. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത
ഖനിഗർഭത്തിലേക്കും നോക്കണം. നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെയും നിങ്ങളെ ഉദരത്തിൽ വഹിച്ച സാറായെയും നോക്കണം. അബ്രാഹാം ഏകനായിരിക്കെ ഞാൻ അവനെ വിളിച്ചു. 10 മിനിറ്റ് ശ്രദ്ധിച്ചേ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കണം. അബ്രാഹാം ഏകനായിരിക്കെ ഞാൻ അവനെ വിളിച്ചു. ദൈവത്തെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, അങ്ങനെ അല്ലാത്തവരായിട്ട് ആരാണ് ഈ കൂട്ടത്തിലുള്ളത്? ദൈവത്തെ അന്വേഷിക്കുന്നവരും രക്ഷ തേടുന്നവരുമാണ് നമ്മൾ. അപ്പൊ ദൈവം പറയാണ്, ഇപ്പൊ കേൾക്കണം, ഇത് കേൾക്കണം. ദൈവത്തെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, നിങ്ങൾ എന്റെ വാക്ക് കേൾക്കണം. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കണം. നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെയും നിങ്ങളെ ഉദരത്തിൽ വഹിച്ച സാറായെയും നോക്കണം. അബ്രാഹാം ഏകനായിരിക്കെ ഞാൻ അവനെ വിളിച്ചു. രക്ഷ തേടുന്നവരും ദൈവത്തെ അന്വേഷിക്കുന്നവരും അബ്രാഹത്തെ നോക്കാൻ പറയുകയാണ്, സാറായെ നോക്കാൻ പറയുകയാണ്. എന്നിട്ട് അബ്രാഹത്തെ കുറിച്ച് പറയുകയാണ്, അബ്രാഹാം ഏകനായിരിക്കെ ഞാൻ അവനെ വിളിച്ചു. ഇന്ന് നമുക്ക് വിശ്വാസത്തിൽ ഒരു സംശയം വന്നാൽ നമുക്ക് ചോദിക്കാൻ ആളുണ്ട്, കൺസൾട്ട് ചെയ്യാൻ ആളുണ്ട്, ആത്മീയ ഗുരുക്കന്മാരുണ്ട്, സ്പിരിച്വൽ ഫാദേഴ്സ് ഉണ്ട്. അബ്രാഹത്തിന് അങ്ങനെ ആരുമില്ല. അതാണ് ഏകനായിരിക്കെ. അബ്രാഹത്തിന് ഈ വിശ്വാസ സംബന്ധമായ ഒരു സന്ദേഹത്തിന് മറുപടി കൊടുക്കാൻ ആരുമില്ല. ദൈവമാണോ ഈ സംസാരിക്കുന്നത്? ആരോട് ചോദിക്കും? വിശ്വാസമുള്ള ഒരുത്തനും ഇല്ല അവിടെ. അപ്പൊ അതാണ് പറയുന്നത്, അബ്രാഹാം ഏകനായിരിക്കെ, എ സിംഗിൾ ഹ്യൂമൻ ബീങ്, സിംഗിൾ ഹാൻഡഡ്. ആരുടെ സഹായമില്ല. വിശ്വാസ വിഷയത്തിൽ ഇയാൾ ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്ക് ഏകനായിരിക്കെ അവനെ ഞാൻ വിളിച്ചു. അപ്പൊ ദൈവം വിളിക്കുകയാണ്. ഒരിക്കൽ അബ്രാഹാം വീട്ടിലായിരിക്കുമ്പോ ദൈവം വിളിക്കുകയാണ്. അബ്രാഹാം ജോലി സ്ഥലത്തോ പറമ്പിലോ വയലിലോ, ഇനിയും കളിമൺ കൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കുലത്തൊഴിലാണ് അബ്രാഹത്തിൻ്റെതെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത്, അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്ത്, തൊഴിൽശാലയിൽ, എവിടാണെന്ന് അറിയാൻ പാടില്ല, ദൈവം വിളിച്ചു, അബ്രഹാം, അബ്രാം. ഈ സ്വരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ സ്വരത്തിന്റെ പ്രത്യേകത, ഒരിക്കൽ ഈ സ്വരം കേട്ടാൽ ആ സ്വരം പിന്നീട് നിങ്ങൾക്ക് ഭ്രാന്താവും. ഒരിക്കൽ ഈ സ്വരത്താൽ നിങ്ങൾ പിടിക്കപ്പെട്ടാൽ പിന്നെ ഈ സ്വരം നിങ്ങളെ വേട്ടയാടും. പിന്നെ ഈ സ്വരം നിങ്ങൾക്ക് ലഹരിയാവും, പിന്നീട് അത് ഭ്രാന്താവും. പിന്നെ ആ സ്വരത്തിന് വേണ്ടിയാണ് ജീവിതം. സൗൾ ദമാസ്കസിന്റെ പടിവാതിൽക്കൽ വെച്ച് ഒരിക്കൽ ആ സ്വരം കേട്ടു. അശ്വാരൂഢനായി അഹന്തയുടെ കുതിരപ്പുറത്ത് കയറി ദമാസ്കസിലെ ക്രിസ്ത്യാനികളെ വേട്ടയാടാൻ അതിലുള്ള തീറാധാരവും വാങ്ങിച്ച്, തീട്ടൂരവും വാങ്ങിച്ച് പോകുന്ന സമയത്ത് കുതിരപ്പുറത്തു നിന്ന് അടിച്ച് ഒരു ആലക്തികാഘാതം, ഇലക്ട്രിക് ഷോക്ക് അടിച്ച് താഴെയിട്ടപ്പോ, അങ്ങനെ നിലത്ത് വീണ് ഒരു പുഴുവിനെ പോലെ ഇഴയുമ്പോ, ആരാ നീ എന്ന് ചോദിച്ചപ്പോ, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. സാവൂൾ, സാവൂൾ, എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? ഒരിക്കൽ കേട്ടതാണ്, ഒരിക്കൽ കേട്ടത്. നിങ്ങൾ ഓർക്കണം, ഇതുപോലെ സമ്പന്നമായൊരു ജീവിതം. ഗമാലിയേലിന്റെ ശിഷ്യൻ ബെഞ്ചമിൻ ഗോത്രജൻ, താർസൂസ് എന്ന തുറമുഖ പട്ടണത്തിൽ ജനിച്ചവൻ, 10-14 ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാൻ ഭാഷാ പ്രാവീണ്യം ഉണ്ടായിരുന്നവൻ, അക്കാലത്തെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ്, റോമാ പൗരൻ, ജന്മം കൊണ്ട് റോമാ പൗരൻ, യഹൂദൻ, ഫരിസയൻ, ബെഞ്ചമിൻ ഗോത്രജൻ. പൗലോസ് നിലനിന്നിരുന്നെങ്കിൽ, ജീവിച്ചിരുന്ന മതത്തിൽ നിന്നിരുന്നെങ്കിൽ പ്രധാന പുരോഹിതനാവാൻ സർവ്വസാധ്യതയും ഉണ്ടായിരുന്നവൻ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം വായിക്കണം. എനിക്ക് ലാഭമായിരുന്നവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായിട്ട് ഞാൻ കണക്കാക്കി. എനിക്കൊരിക്കൽ ലാഭമായിരുന്നത്, ലാഭമാകാൻ സാധ്യതയുണ്ടായിരുന്നതെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായിട്ട് ഞാൻ കണക്കാക്കി. ഇവയെല്ലാം ഉച്ചിഷ്ടം പോലെ ഞാൻ കരുതുകയാണ്. ഫിറ്റ് ഫോർ ദ ട്രാഷ് ബിൻ, വേസ്റ്റ് കൂനയിലിടാൻ മാത്രം യോഗ്യതയുള്ളതായിട്ട് ലോകം തന്നതിനെല്ലാം ഞാൻ മാറ്റിയിട്ടു എന്ന് പറയുന്ന പൗലോസിനെ കാണാം ഫിലിപ്പി 3-ാം അധ്യായത്തിൽ. എങ്ങനെയാ ജീവിതം മാറിയെന്നറിയാമോ? സ്തേഫാനോസിനെ കൊല്ലുന്ന സമയത്ത് കൊലപാതകികളുടെ വസ്ത്രങ്ങൾ കാൽക്കീഴിൽ സൂക്ഷിച്ച്, കാൽച്ചുവട്ടിൽ സൂക്ഷിച്ച് സ്തേഫാനോസിന്റെ വധത്തെ അനുകൂലിച്ച കൊലപാതകയാണ് ഇയാൾ. എങ്ങനെയാണ് ഇയാൾ മാറിയത്? ഒരിക്കലും സ്വരം കേട്ടതാണ്. റോമർ 10:17, വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന്, വിശ്വാസം കേൾവിയിൽ നിന്ന്. ഫെയ്ത്ത് കംസ് ഫ്രം ഹിയറിംഗ്,
ഹിയറിംഗ് ദ വേർഡ്, ഹിയറിംഗ് ദ റേമ. അപ്പോ അങ്ങനെ കേട്ടതാണ്. അങ്ങനെ കേട്ട് ഒരിക്കൽ കേട്ടു, അബ്രഹാം കേട്ടു. ക്യാപ്റ്റിവേറ്റിംഗ് വോയിസ് ആണത്. പിടിക്കും അത്, ആ സ്വരം നിങ്ങളെ പിടിക്കും. അങ്ങനെ ആ സ്വരത്താൽ അയാൾ ഒരിക്കൽ പിടിക്കപ്പെട്ടു, അബ്രാം. പിന്നെ അബ്രാമിന് വീടില്ല, കുടുംബമില്ല, കുലമില്ല, തൊഴിലില്ല, ഭാവിയെ കുറിച്ചുള്ള ആങ്സൈറ്റി ഇല്ല, ഒന്നുമില്ല. വീട്ടിൽ വന്നിട്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഭാര്യയും കുട്ടി ഇറങ്ങുന്നു, അപ്പൻ കൂടെ വരുന്നു. ആദ്യം ലോത്ത്, അദ്ദേഹത്തിന്റെ ഭാര്യ എല്ലാം കൂടെ ഇറങ്ങി അങ്ങനെ പോവുകയാണ്. ആ പോകുന്ന യാത്രക്കിടെ നിങ്ങൾക്കറിയാം, അബ്രാഹത്തിന് ഒടുവിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം പഠിച്ചപ്പോ അത് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിനക്ക് ഞാൻ കാനാൻ നാട് വാഗ്ദത്തമായിട്ട് തരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയതാണ് ദൈവം. മരിക്കുമ്പോൾ അബ്രാഹത്തിന് കാനാൻ നാട്ടിൽ ആകെ ഉണ്ടായിരുന്നത് ഭാര്യയെ അടക്കിയ ശവക്കല്ലറ മാത്രമായിരുന്നു. അതായിരുന്നു ജീവിതം. ഭാര്യയെ അടക്കിയ ശ്മശാനം മാത്രമാണ് ശവക്കല്ലറ. ഹിത്യനായ എഫ്രോണിന്റെ കയ്യിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ ഒരു ശവക്കല്ലറ മാത്രമാണ് അബ്രാഹത്തിന് കാനാൻ നാട്ടിലുണ്ടായിരുന്നത്. ഭൂമിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് 2018 സെപ്റ്റംബർ 16 ഈ അന്തിയിൽ ആ നാമം നമ്മൾ ഉച്ചരിക്കുകയാണ്. തലമുറ തലമുറ പിന്നിട്ട്, ദേശാന്തരങ്ങളെ പിന്നിട്ട് ഇന്ന് ആ നാമത്തെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ അബ്രാഹാം വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒന്നുമില്ല. എങ്ങനെ നഷ്ടങ്ങള്, ഉപദ്രവങ്ങള്, പീഡനങ്ങള്, അബദ്ധങ്ങള്, മണ്ടത്തരങ്ങള്, അങ്ങനെ ഒരു ജീവിതം. മക്കളില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം വിളിച്ച് മകൻ നൽകുന്ന വാഗ്ദാനം. 25 കൊല്ലം ആ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരുന്നു. ഇസഹാക്ക് ജനിച്ചു. ഇസഹാക്ക് ഒരു ചെറുപ്പായപ്പോ, അവനെ ഒരു ചെറുപ്പക്കാരനായിട്ട് വളർന്നപ്പോ ഒരു ദിവസം ദൈവം അബ്രാഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരുന്ന മലയിൽ അവനെ കൊണ്ടുപോയി ബലി കഴിക്കണം. ഞാൻ വിചാരിച്ചിരുന്ന എന്തെന്നറിയാമോ? എന്റെ വർഷങ്ങളായിട്ടുള്ള എന്റെ ഒരു ധാരണ, ഇസഹാക്ക് ഒരു കൊച്ചുകുട്ടിയായിരുന്നു എന്നാണ്. ആ കൊച്ചിനെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് അബ്രഹാം ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് മയക്കി കൊണ്ടുപോയെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ബൈബിൾ ശരിക്കും ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, അതായത് അത് അങ്ങനൊന്നും അല്ല. ഇദ്ദേഹം നല്ല ഒത്ത ചെറുപ്പക്കാരനാണ്. ബലി നടക്കുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം നല്ല ഒത്ത ചെറുപ്പക്കാരനാണ്. അപ്പൊ ആ ചെറുപ്പക്കാരനെയും കൊണ്ട് പോവാണ്, മലമുകളിലേക്ക് പോവാണ്. പോകുമ്പോ ആ ചെറുപ്പക്കാരനെ ശ്രദ്ധിച്ചു. പതിവില്ലാത്തൊരു പരിഭ്രമം അപ്പന്റെ മുഖത്തുണ്ട്. പതിവില്ലാത്തൊരു പരിഭ്രമം. വാക്കുകൾ വിറയ്ക്കുന്നുണ്ട്, ചുണ്ട് വിറയ്ക്കുന്നുണ്ട്, കൈകാലുകൾ പതിവില്ലാതെ വിറയ്ക്കുന്നുണ്ട്. സംസാരിക്കുമ്പോ ഒരു തടസ്സമുണ്ട്, എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പാ ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. പറഞ്ഞൊപ്പിക്കാൻ പാടുവിട്ടു അപ്പൻ. പോന്ന വഴിക്ക് ഇവന് വീണ്ടും സംശയം വരികയാണ്. തീയുണ്ട്, വിറകുണ്ട്, കുഞ്ഞാടില്ലല്ലോ. അവൻ ചോദിച്ചു, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, ബലിക്കുള്ള കുഞ്ഞാടെവിടെ? ദൈവം തരുമോനെ, വാ. മലമുകളിൽ ചെന്നു. നിങ്ങൾ ഓർക്കണം, അബ്രാഹാം വൃദ്ധനാണ്, ഇസഹാക്ക് ചെറുപ്പക്കാരനാണ്. കായിക ശേഷി മകനാണ് കൂടുതൽ. ഇവനെ പിടിച്ച് കെട്ടാൻ തുടങ്ങുമ്പോൾ ഒറ്റ തള്ളു തള്ളി അബ്രഹാം താഴെ വീഴും. അവിടെ അബ്രഹാം ബലിയാവും. അതാ നടക്കാൻ പോണത്. അപ്പോ ഈ കൊച്ചി ഇറക്കനെ മയക്കി സിപ്പപ്പ് വാങ്ങിച്ചു കൊടുത്തു കെട്ടിയിട്ട പോലൊന്നും നടക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നടക്കത്തില്ല. ഇവിടെ അതിന് വേറെ കളി കളിക്കണം. അതുകൊണ്ട് അബ്രഹാം പറഞ്ഞു, മക്കളെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പനൊരു കൂട്ടം പറയാനുണ്ട്, ഇങ്ങോട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു കല്ലിന്റെ ഒരു പാറപ്പുറത്ത് അപ്പനും മകനും ഇരിക്കുമ്പോ തോളെ കൈയിട്ട് മകനെ ഇങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തിയിട്ട് അവന്റെ മുടിയിടകളിൽ വിരലോടിച്ചിട്ട് അപ്പൻ മകനോട് പറഞ്ഞു, അപ്പൻ ഒരു ദൈവത്തെ കുറിച്ച് പറഞ്ഞു തന്നത് ഓർമ്മയുണ്ടോന്നോ? അപ്പാ നാഴികയ്ക്ക് 40 വട്ടം ഊണിലും ഉറക്കത്തിലും നിദ്രയിലും ജാഗ്രതയിലും അപ്പൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ദൈവത്തെ കുറിച്ചാണ്. ദൈവത്തെ കുറിച്ച് എങ്ങനെയപ്പാ എനിക്ക് മറക്കാൻ പറ്റുന്നത് മോനെ? ആ ദൈവത്തെ കുറിച്ച് അപ്പൻ പറഞ്ഞ കഥകൾ ഓർമ്മയുണ്ടപ്പാ? ആ ദൈവം കൽദായരുടെ ദേശത്ത് അപ്പൻ താമസിക്കുമ്പോൾ അവിടെ നിന്ന് അപ്പനെ വേരോടെ പിഴുതെടുത്ത് ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന ആ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവം, അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവം, കണ്ണടച്ച് തുറക്കും മുമ്പ് മനുഷ്യന്റെ തലവര മാറ്റിയിടുന്ന കഴിവുള്ള സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ, സർവശക്തനായ ആ ദൈവം മോനെ, ആ ദൈവത്തിന് എന്തും സാധിക്കും. ഉദാഹരണത്തിന് മോനെ, ഞാനിപ്പോ ഉദാഹരണത്തിന് നിന്റെ കഴുത്ത് വെട്ടിയാൽ, ഞാൻ നിന്നെ വെട്ടിയാൽ ആ ദൈവത്തിന് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നിന്റെ ഉടലും ശരീരവും നിന്റെ ശിരസും ഉടലും ഒന്നാക്കി മാറ്റാൻ പറ്റും.
ഇസഹാക്കിന് ചെറിയൊരു സംശയം വരികയാണ്. അപ്പൻ എന്താ ഇങ്ങനത്തെ ഉദാഹരണങ്ങൾ പറയുന്നത്? അല്ല മോനെ, അപ്പ പറയാണ്, ഇപ്പൊ അപ്പൻ നിന്നെ വെട്ടി മുറിച്ചിട്ടാൽ, രണ്ടാക്കിയാൽ, നിന്നെ ഒരു സെക്കൻഡ് കൊണ്ട് പഴയ അവസ്ഥയിൽ എത്തിക്കാൻ ആ ദൈവത്തിന് പറ്റും. ആ ദൈവം വിവരക്കേട് പറയില്ല. ആ ദൈവം ചെയ്യാൻ പറ്റാത്തത് പറയില്ല. മോനെ, ഇനി അപ്പൻ പറയുന്നത് മകൻ ശ്രദ്ധിച്ച് കേൾക്കണം. അബ്രഹാം സാവധാനം ഈ ചരിതത്തിന്റെ, ഈ കഥയുടെ ചുരുളഴിക്കുകയാണ്. നിറഞ്ഞ കണ്ണുകളോടെ, കവിഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ഇത് കേട്ടിരിക്കുന്ന മകനെ ചേർത്ത് പിടിച്ചിട്ട് ഇസഹാക്കിന്റെ ചെവിയിൽ അബ്രഹാം പറയാണ്, മോനെ, ഇപ്പോ നമ്മൾ വന്നിരിക്കുന്നത് ആടിനെ കൊല്ലാനല്ല, നിന്നെ കഴുത്ത് മുറിച്ച് ബലി കൊടുക്കാനാണ്. അപ്പം പറഞ്ഞു തന്ന ദൈവത്തെ കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ട് മോനെ? ഒരൊറ്റ സെക്കൻഡ്, ആ സെക്കൻഡിന്റെ വേദന നീ അനുഭവിച്ചാൽ മതി. ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇങ്ങനെ: മരിച്ചവരിൽ നിന്ന് തന്റെ മകനെ തിരിച്ചു തരാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രാഹാം വിശ്വസിച്ചിരുന്നു. അതാ വിശ്വാസം. മരിച്ചവരിൽ നിന്ന് പോലും തന്റെ മകനെ തിരിച്ചെടുക്കാൻ ദൈവത്തിന് പറ്റുമെന്ന് അബ്രാഹാം വിശ്വസിച്ചിരുന്നു. അതാണ് ഈ അപ്പൻ മകൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന, മോനെ 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 നിന്നെ ദൈവം തിരിച്ചു തരൂടാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇസഹാക്ക്, കരുത്തനായ ചെറുപ്പക്കാരൻ, നെഞ്ച് നിവർത്തി എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, അപ്പാ വിറകടുക്കിക്കൊള്ളുക, ഇതാ ഞാൻ കിടക്കാൻ പോവാണ്. അബ്രഹാം വിറകടുക്കി. ഇസഹാക്ക് ധീരനായിട്ട് ആ വിറകടുക്കിന്റെ മേൽ കിടന്നു. കൊലക്കത്തി കയ്യിലെടുത്തു. അബ്രഹാം ഉയർത്തി, ഇങ്ങനെ കത്തി ഉയർത്തി വെട്ടാൻ തുടങ്ങുന്ന ആ നേരം ശ്രദ്ധിച്ചേ, കൈ ഉയർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. മകന്റെ മേൽ കത്തി കുത്തി ഇറക്കാൻ, മകനെ രണ്ടായിട്ട് വെട്ടിമുറിക്കാൻ അപ്പൻ കത്തി ഓങ്ങുന്ന ആ നേരത്ത് ആകാശത്ത് നിന്നും തേജസ്സിന്റെ കൂടാരങ്ങൾ പൊട്ടി തുറന്ന് ദൈവത്തിന്റെ സ്വരം വെളിപ്പെടുത്തുന്നതിന് ഒരു സെക്കൻഡ് നേരം മുമ്പ് കത്തി ഉയർത്തി നിൽക്കുന്ന അബ്രഹാമിന്റെ ഉയർന്നു നിൽക്കുന്ന ആ കരത്തിൽ നിന്നും, ആ കത്തി മുനത്തുമ്പിൽ നിന്നും വിശ്വാസം ഇസഹാക്കിന്റെ നെഞ്ചിലേക്ക് പകരപ്പെട്ടു, ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണ് പിതാക്കന്മാരിൽ നിന്ന് മക്കളിലേക്ക് വിശ്വാസം പകരപ്പെട്ടത്. ഇസഹാക്കിൽ നിന്ന് യാക്കോബിലേക്ക്, യാക്കോബിൽ നിന്ന് ജോസഫിലേക്ക്, ജോസഫിൽ നിന്ന് അവന്റെ മക്കളിലേക്ക്, 12 ഗോത്ര പരമ്പരകളിലേക്ക്, ഒരു ജനതയിലേക്ക് വിശ്വാസം പകരപ്പെട്ടത് അങ്ങനെയാണ്. അപ്പനിൽ നിന്ന് മകനിലേക്ക്. നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാലുവെക്കും? ഏലിയ പറയുകയാണ്, തീ ഇറങ്ങും, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. ഈ വിശ്വാസം നിങ്ങൾ കേട്ടോണം പ്രിയപ്പെട്ട മക്കളെ. വിശ്വാസമുള്ള ഒരു അപ്പനിൽ നിന്നും, വിശ്വാസമുള്ള ഒരു അമ്മയിൽ നിന്നും വിശ്വാസം പകരപ്പെടും. ഇന്ന് മക്കൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ, ഇന്ന് സഭയിൽ വിശ്വാസം കുറയുന്നെങ്കിൽ, ഇന്ന് കൂട്ടായ്മകളിൽ വിശ്വാസം ഇല്ലെങ്കിൽ, പള്ളികളിൽ വിശ്വാസം ഇല്ലെങ്കിൽ, ഒറ്റ കാരണേ ഉള്ളൂ, വിശ്വാസം ഇല്ല. ഈ കൊടുക്കേണ്ടവർക്ക് വിശ്വാസം ഇല്ല. അതുകൊണ്ടാണിത്. പകരപ്പെടാൻ ഒരു വിശ്വാസം ഇല്ല, പകർന്നു കൊടുക്കപ്പെടാൻ ഒരു വിശ്വാസം ഇല്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ഏലിയായിക്ക് അഗാധമായ വിശ്വാസം ഉണ്ടായിരുന്നു. അത് അസാധാരണമായ വിശ്വാസമാണത്. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത്, സത്യത്തിൽ പ്രാർത്ഥിക്കേണ്ടത്, അത്തരം വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഏലിയ പറഞ്ഞു. അങ്ങനെ ബാലിന്റെ പ്രവാചകന്മാര് രാവിലെ മുതൽ വൈകുന്നേരം വരെ വിളിച്ച് കരയുകയാണ്. ബാലെ ഇറങ്ങി വരണേ, തീ ഇറക്കി തരണേ എന്ന് പറഞ്ഞ് വിളിച്ച് കരയുകയാണ്. ഒരു പ്രതികരണം ഉണ്ടായില്ല, ആരും ഉത്തരം നൽകിയില്ല. ബലിപീഠത്തിന് ചുറ്റും അവർ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോ ഏലിയ അവരെ പരിഹസിച്ചിട്ട് പറഞ്ഞു, ഉച്ചത്തിൽ വിളിക്കുക, ബാൽ ഒരു ദേവനാണല്ലോ, അവൻ ദിവാസ്വപ്നം കാണുകയായിരിക്കും, ദിനചര്യ അനുഷ്ഠിക്കാവും, കുളിക്കാൻ പോയതാവും, യാത്ര പോയതാവും, ഉറങ്ങുകയാവും, വിളിക്കാൻ പറഞ്ഞു. കളിയാക്കുക. അങ്ങനെയൊക്കെ പരിഹസിക്കണമെങ്കിൽ ഇയാൾക്ക് നല്ല സ്ട്രോങ് ഫെയ്ത്ത് ഉണ്ട്. അതായത് അയാൾക്കറിയാം ഇവർ വിളിച്ചാലൊന്നും വരില്ല, ഞാൻ വിളിച്ചാൽ ഇപ്പൊ വരും. അതുകൊണ്ട് അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്. അല്ലെ ഉമാർ അടിച്ചു കൊല്ലും. 10-400 എണ്ണമുണ്ട് അവരുടെ മുമ്പിൽ നിന്നിട്ട് കളിയാക്കാണ്ട് വിളിക്കുക. ബാല് ചായ കുടിക്കാൻ പോയതായിരിക്കും, വൈകുന്നേരം വാട്സപ്പ് നോക്കായിരിക്കും, വിളിക്കാൻ പറഞ്ഞു. മധ്യാഹ്നം കഴിഞ്ഞിട്ടും അവർ ഉന്മത്തരായി വിളിച്ചുകൊണ്ടിരുന്നു. അവർ തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. ഒരു ശബ്ദം ഉണ്ടായില്ല, ആരും ഉത്തരം നൽകിയില്ല, ആരും അവരുടെ പ്രാർത്ഥന കേട്ടില്ല. അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു, അടുത്തു വരുവിൻ. എല്ലാവരും ചെന്നു. എല്ലാവരും അടുത്ത് വരാൻ പറഞ്ഞു. എല്ലാരും വന്നു. ഒന്ന്, അവൻ കർത്താവിന്റെ തകർന്നു കിടന്ന ബലിപീഠം കേടുപോക്കി. ഒന്ന്, തീ ഇറങ്ങാനുള്ള
ഒന്നാമത്തെ കാര്യം. ഒന്ന്, ദൈവം സത്യദൈവത്തെ, ഒന്നാം പ്രമാണം അത് പറഞ്ഞു. ഇപ്പൊ രണ്ടാമത്തേതാണിത്. തകർന്നു കിടന്ന ബലിപീഠം നേരെയാക്കി, ദൈവബന്ധം നേരെയാക്കി. പ്രിയപ്പെട്ടവരെ, ആഴ്ചയിൽ ഒരിക്കൽ പറ്റുമെങ്കിൽ കുമ്പസാരിക്കണം. കർത്താവിന്റെ ബലിപീഠം, തകർന്നു കിടന്ന ബലിപീഠം കേടുപോക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവബന്ധം ശരിയാക്കി. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് തീ ഇറങ്ങാൻ, കുമ്പസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ അത് പ്രയോജനപ്പെടുത്തണം. ആഴ്ചയിൽ ഒരിക്കൽ, പ്രത്യേകിച്ച് ആശ്രമങ്ങളൊക്കെ ഉണ്ട്, കുമ്പസാരിക്കണം. ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കണം. കുമ്പസാരിച്ചാൽ എന്താ കാര്യം എന്നറിയാമോ? അതായത് സാത്താന് കുറ്റം കണ്ടുപിടിക്കാൻ ഒന്നും നമ്മുടെ ജീവിതത്തിൽ കിടക്കരുത്. ശവമുള്ളിടത്ത് കഴുകന്മാർ വന്നുകൂടും. മത്തായി 24 വചനമാണ്. ശവമുള്ളിടത്ത് കഴുകന്മാർ വന്നുകൂടും. അതായത് ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്, കേട്ടിട്ടുണ്ടാവും. ഞാനിങ്ങനെ മരിച്ചു കിടന്നു എന്ന് വിചാരിക്കും. ഞാനിങ്ങനെ, നിങ്ങൾ മരിക്കണ്ട, തൽക്കാലം ഞാൻ മരിക്കാം, ഞാനിങ്ങനെ മരിച്ചു കിടക്കാം. നിങ്ങൾ ഫ്ലെക്സ് ഒക്കെ അടിച്ചു വെച്ചെങ്കിലും 4 ദിവസം കിടക്കുമ്പോൾ നിങ്ങൾ എടുത്ത് വെളിയിലിടും. അല്ലാതെ ഡാനിയേൽ അച്ഛൻ കിടന്നോട്ട് ആ ജീവനാന്ത് ഇവിടെ കിടന്ന് പഴുക്കട്ടെന്ന് നിങ്ങൾ വിചാരിക്കത്തില്ല. മരിച്ചു കിടക്കുന്ന എന്നെ നിങ്ങൾ വലിച്ച് വെളിയിലിടും. വെളിയിലിട്ടിട്ട് എല്ലാവരും അവരുടെ പാട്ടിന് പോകും. ഞാൻ ആ വെളിയിൽ കിടന്ന് ചീഞ്ഞഴുകുമ്പോ ഒരു 5-6 ദിവസം കഴിയുമ്പോ, പുഴുവരിക്കുമ്പോ ആരും വിളിക്കാതെ തന്നെ കഴുകന്മാർ പറന്നു വരും. ശവന്തീനികൾ, കഴുകന്മാർ, വൾച്ചേഴ്സ് വരും. കഴുകൻ വരും, പ്രാപ്പിടിയൻ, കഴുകൻ ചിറക് വിരിച്ച് ഇങ്ങനെ വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചീഞ്ഞു കിടന്നാൽ ഇവന്മാര് വരും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പാപം ചീഞ്ഞു കിടക്കുന്നിടത്ത് അടിച്ചു കൊടുത്തില്ല, ഇൻവിറ്റേഷൻ ലെറ്റർ അടിച്ചു കൊടുത്തില്ലേലും പിശാച് കയറി വരും. അതുകൊണ്ട് കുമ്പസാരം കറക്റ്റ് ആയിരിക്കണം. എല്ലാ പാപങ്ങളും ഏറ്റു പറഞ്ഞോണം. ദൈവത്തിന് ഇഷ്ടം പാപം ചെയ്യാത്തവരെ അല്ല, പാപം ഏറ്റു പറയുന്നവരെയാണ്. കേട്ടോ? അങ്ങനൊന്നും ആരും ഇല്ലെന്ന്, പാപം ചെയ്യാത്ത ആരുമില്ല, ഒരുവൻ പോലും ഇല്ലെന്നാ ബൈബിൾ പറയുന്നത്. വാക്കിലും വിചാരത്തിലും പ്രവൃത്തിയിലും ഉപേക്ഷയിലും ഒക്കെ തെറ്റ് വരാൻ സാധ്യതയുള്ള ബലഹീന ജീവിതങ്ങളാണ് നമ്മുടേത്. കുമ്പസാരം കറക്റ്റ് ആയിരിക്കണം. ഏറ്റവും നിർമ്മലമായ, സത്യസന്ധമായ, തുറന്നുള്ള കുമ്പസാരം. പിശാച് മാധ്യമങ്ങളിലൂടെ പലതും പറഞ്ഞിട്ട് കുമ്പസാരിക്കാൻ പോകരുത്, അവിടെ അങ്ങനെയൊക്കെ പറയും. കുമ്പസാരിച്ചോണം. കർത്താവിന്റെ തകർന്നു കിടന്ന ബലിപീഠം ഏലിയ കേടുപൊക്കി. ഒന്ന്. രണ്ടാമത്തേത്, നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കുമെന്ന് കർത്താവ് ആരോട് അരുളി ചെയ്തോ ആ യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ അനുസരിച്ച് അവൻ 12 കല്ലെടുത്തു. ശ്രദ്ധിക്കണേ, എന്തിനാ 12 കല്ലെടുത്തെന്നറിയാമോ? 12 കല്ലെടുത്തതിന്റെ കാരണം ഇതാണ്. ഏലിയ 12 കല്ലെടുത്തതിന്റെ കാരണം, അന്ന് ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിക്കപ്പെടുന്നത് സത്യത്തിൽ ആദ്യത്തെ രാജാവ് ആരാണ്? ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ് സാവൂൾ. രണ്ടാമത്തെ രാജാവ് ദാവീദിന്റെ കാലത്താണ് ശരിക്കും ഒരു രാജ്യമായിട്ട് അത് രൂപപ്പെടുന്നത്. ദാവീദിന്റെ മകൻ ആരാ? സോളമൻ. സോളമന്റെ മകൻ ആരാണ്? റഹോബോവാം. ഈ ചേട്ടന്റെ കാലത്ത് ഇങ്ങനെ ഒരു പരിപാടി നടന്നു. എന്തെന്നറിയാമോ? സോളമന്റെ മകന്റെ കാലത്ത്, റഹോബോവാമിന്റെ കാലത്ത് അദ്ദേഹം അപ്പൻ ടാക്സ് ചുമത്തിയിരുന്നു. അപ്പൻ ചുമത്തിയതിന്റെ ഇരട്ടി ചുമത്താൻ തുടങ്ങി. അങ്ങനെ രാജ്യത്ത് ജനങ്ങളെല്ലാം അസ്വസ്ഥരായിട്ട്, അക്ഷമരായിട്ട്, എല്ലാവരും ഭാരപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരു വിപ്ലവകാരി, അവന്റെ പേര് ജെറോബോവാം, മറ്റേത് റഹോ, ഇത് ജെറോബോവാം, അവൻ വന്നിട്ട് അവന്റെ നേതൃത്വത്തിൽ 10 ഗോത്രങ്ങൾ മാറിപ്പോയി. അങ്ങനെ ഇസ്രായേൽ ഏക രാജ്യം 2 രാജ്യമായി. ഒരു രാജ്യത്തിന്റെ പേര് ഇസ്രായേൽ, മറ്റേ രാജ്യത്തിന്റെ പേര് യൂദയ. ഇസ്രായേലിന്റെ തലസ്ഥാനം സമറിയ, യൂദയയുടെ തലസ്ഥാനം ജെറുസലേം. അങ്ങനെ 2 കിങ്ഡമായി. സോളമന്റെ മകന്റെ കാലത്ത് 2 രാജ്യമായി. ഇതിന്റെ ചരിത്രം നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിലെ ആദ്യത്തെ രാജ്യമാണ് ഇസ്രായേലാണ്. ഇസ്രായേല് അസീറിയക്കാര് വന്ന് നശിപ്പിച്ചു കളഞ്ഞു. യൂദയ ബാബിലോൺ അടിമത്തത്തിലേക്ക് പോയി. അതൊക്കെയാണ് പിന്നീടുള്ള വരുന്ന ചരിത്രങ്ങൾ. എന്തോ ആവട്ടെ, ഏലിയ പ്രവചനം നടത്തുന്ന കാലത്ത്, ആഹാബ് ഭരിക്കുന്ന കാലത്ത്
2 രാജ്യങ്ങളാണ്. 10 ഗോത്രങ്ങൾ ഒരിടത്ത്, 2 ഗോത്രങ്ങൾ ഒരിടത്ത്. രാജ്യം വിഭജിക്കപ്പെട്ട് കിടക്കുകയാണ്. ഏലിയ താമസിക്കുന്ന സ്ഥലത്ത് മറ്റേ രാജ്യത്തോട് ശത്രുതയാണ്. അതുകൊണ്ട് ഏലിയ ചിന്തിച്ചില്ല, ഞാൻ പള്ളിയിൽ പോകുമ്പോ ഞാൻ 2 കല്ല് എടുത്ത് വെക്കുന്നു. ഏലിയ എന്ത് ചെയ്തു? അവിഭക്ത ഇസ്രായേലിന്റെ, ഒരുമിച്ച് നിന്ന ഇസ്രായേലിന്റെ, ഒരു രാജ്യമായ ഇസ്രായേലിന്റെ പ്രതീകമായി, ഐക്യത്തിന്റെ പ്രതീകമായി 12 കല്ലെടുത്തു. മെസ്സേജ് ഇതാണ്: തീ ഇറങ്ങണമെങ്കിൽ വിഭജനം പാടില്ല, ഒരുമിച്ച് നിൽക്കണം. വീട്ടിൽ തീ ഇറങ്ങണമെങ്കിൽ, അഭിഷേകത്തിന്റെ തീ ഇറങ്ങണമെങ്കിൽ ഭാര്യയും ഭർത്താവും 2 ധ്രുവത്തിൽ നിന്നാൽ അത് പറ്റില്ല. വൈദിക മന്ദിരങ്ങളിൽ വൈദികര് വിഭജിച്ച് നിന്നാൽ അത് പറ്റില്ല. കോൺവെന്റുകളിൽ സിസ്റ്റേഴ്സ് വിഘടിച്ച് നിന്നാൽ അത് പറ്റില്ല. സഭയിൽ മെത്രാന്മാർ വിഭജിച്ച് നിന്നാൽ അത് പറ്റില്ല. അച്ഛന്മാര് പല തട്ടിൽ നിന്നാൽ അത് പറ്റില്ല. തീ ഇറങ്ങണോ, ഒരുമിച്ച് നിൽക്കണം. 12 കല്ല് ഒരുമിച്ച് വെക്കണം. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് സാത്താന്റെ നമ്പർ 1 ടാക്ടിക് ഭിന്നിപ്പിക്കുക, അങ്ങ് വിഭജിപ്പിക്കുക. അത് ആളുകളെ തമ്മിൽ, അതായത് ഭാര്യയും ഭർത്താവും അതിനെ 2 തട്ടിലാക്കുക. മക്കളെ മാതാപിതാക്കളെയും പല തട്ടിലാക്കുക. അതായത് വീട്ടിൽ ഒരു ഒരുമയില്ല, ഐക്യമില്ല, സമാധാനമില്ല. അപ്പൊ പിന്നെ പ്രാർത്ഥനയില്ല. പ്രാർത്ഥിച്ചാൽ തന്നെ ഒന്നും നടക്കത്തില്ല. വീട്ടിൽ ഭർത്താവിനോട് അടിയും വഴക്കം ഉണ്ടാക്കിയിട്ട് ഭാര്യ 500 കൊന്തയില്ലാലും തീയൊന്നും ഇറങ്ങത്തില്ല. കുറെ പുകയും പിടിയൊക്കെ കേൾക്കുന്നുള്ളല്ലാതെ തീയൊന്നും ഇറങ്ങാനൊന്നും പോകുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരങ്ങനെ വിഭജിക്കപ്പെടാതെ ഒരുമിച്ച് കിടന്ന ഇസ്രായേലിന്റെ പ്രതീകമായി ഏലിയ പ്രവാചകൻ 12 കല്ലെടുത്തു. ആ കല്ലുകൊണ്ട് അവൻ കർത്താവിന്റെ ബലിപീഠം നിർമ്മിച്ചു. പെട്ടെന്ന് നിർത്താം, കേട്ടെ. അതിന് ചുറ്റും 2 അളവ് വിത്തുകൊള്ളുന്ന ചാലുണ്ടാക്കി. ഞാൻ പറയാം. ആ ബലിപീഠം തയ്യാറാക്കിയിട്ട് ഒരു ചാലുണ്ടാക്കി 12 കുടം വെള്ളം എടുത്ത് ഒഴിക്കാണ്. വെള്ളം എടുത്തു, ഇവിടെ തലയ്ക്ക് സുഖമില്ലേ? ആളുകൾ നോക്കുമ്പോ വെള്ളം എടുത്ത് ഒഴിക്കാം. 12 കുടം വെള്ളം എടുത്ത് ഇതിന്റെ മേലെ ഒഴിച്ച്, വെള്ളമെല്ലാം കംപ്ലീറ്റ് വെള്ളം. എന്താണെന്നറിയാമോ? ഇവ സൂത്രത്തിൽ കൊണ്ട് തീയിട്ടാന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തന്ത്രപൂർവ്വം ഇവ നേരത്തെ തീ കത്തിച്ച് വെച്ചിരുന്നാണെന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച്. എല്ലാവരും മാജിക്കാര് കാണിക്കത്തില്ല, ഇത് ഇതിനകത്ത് വല്ലതും ഉണ്ടോ, അതേ ഇതിനകത്ത് പ്രാവില്ല എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ കാണിച്ചു കൊടുക്കണം. അതിനുശേഷം പ്രാർത്ഥന, അത് മനോഹരമായ പ്രാർത്ഥനയാണ്. നമ്മൾ 500 വരിയുടെ പ്രാർത്ഥന ചൊല്ലിയിട്ടും തീയൊന്നും ഇറങ്ങുന്നില്ല. ഈ ചേട്ടൻ 2 സെന്റൻസ്, അതൊക്കെയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരുടെ പ്രത്യേകത. അവർക്ക് ഒത്തിരി വാചാടോപങ്ങളില്ല, വാചാലതകളില്ല. 2 വാക്യം. അദ്ദേഹം ദഹനബലിയുടെ സമയമായപ്പോ ഏലിയ പ്രവാചകൻ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു: അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവേ, അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാനിത് ചെയ്യുന്നതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണം. അതാ ഉറപ്പ്. 3 കാര്യം. 1, അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണ്. നമ്പർ 1. 2, ഞാൻ അങ്ങയുടെ ദാസനാണ്, ഞാൻ അങ്ങയുടെ മകനാണ്. പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ അങ്ങയുടെ മകനാണ്. അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണ്, ഞാൻ അങ്ങയുടെ മകനാണ്. അങ്ങ് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇതെല്ലാം ഇപ്പൊ ചെയ്യുന്നത് എന്ന് ഈ ജനം ബോധ്യപ്പെടണം. കർത്താവെ അങ്ങ് എന്റെ പ്രാർത്ഥന കേൾക്കണം. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും ഇവർ അറിയുന്നതിന് എന്റെ പ്രാർത്ഥന കേൾക്കണമേ. തീർന്നു. 2 സെന്റൻസ്. അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങ് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഈ ഭ്രാന്തെല്ലാം കാണിച്ചു കൂട്ടുന്നതെന്നും ഈ ജനം അറിയണം. കർത്താവേ, അങ്ങ് മാത്രമാണ് സത്യദൈവമെന്നും അങ്ങ് ഈ മക്കളുടെ ഹൃദയങ്ങളെ അങ്ങിലേക്ക് തിരിച്ചു വിളിക്കുന്നെന്നും ഈ ജനം അറിയേണ്ടതിന് തീ ഇറങ്ങണം. തീ ഇറങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യന്റെ, ഞാൻ ഈ പശ്ചാത്തലം മുഴുവൻ പറഞ്ഞത് ദൈവത്തിന് 1-ാം സ്ഥാനം നൽകി, ദൈവം പറഞ്ഞ വഴിക്ക് പോയി, ദൈവത്തെ തേടി, ദൈവത്തെ ആരാധിക്കുമ്പോ, ദൈവത്തിന്റെ വചനം അനുസരിക്കുമ്പോ അഗ്നി ഇറങ്ങും. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, വേറൊന്നും വേണ്ട, ഇത് വിശ്വസിച്ചാൽ മതി, തീ ഇറങ്ങും. ഇന്ന് നിന്റെ ജീവിതം മാറും.
ഇന്ന് നിന്റെ തലവര മാറും, ഇന്ന് നിന്റെ ശുശ്രൂഷ മാറും, ഇന്ന് നിന്റെ കുടുംബം മാറും. ഇത് വിശ്വസിക്കണം. കർത്താവ് ഒരു അഗ്നി നിന്റെ മേൽ അയക്കും. ഈ തീ ആരിൽ പറഞ്ഞു? ഞാൻ പറയുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് റിലിജൻ, കാസ്റ്റ്, ക്രീഡ്, കളർ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ്, എഡ്യൂക്കേഷണൽ സ്റ്റേറ്റസ്, ഇറസ്പെക്റ്റീവ് ഓഫ് എനിത്തിങ് ആൻഡ് എവരിതിങ്, ഈ തീ ഇറങ്ങും. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നമ്മുടെ മേൽ ഇറങ്ങും. പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്തായിൽ ഈ തീ ഇറങ്ങി. ഏലിയ വിളിച്ചപ്പോൾ ഇറങ്ങി വന്ന ആ തീ പ്രതീകമായിരുന്നു. അത് പെന്തക്കോസ്തായിൽ അപ്പസ്തോലന്മാരുടെ മേൽ ഇറങ്ങി വരാൻ പോകുന്ന തീയുടെ പ്രതീകമായിരുന്നു. അത് 120 ശിഷ്യന്മാർ സമ്മേളിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മേൽ തീ ഇറങ്ങി. ജെറുസലേമിന്റെ ആകാശത്ത് ഒരു കൊടുങ്കാറ്റ് വട്ടമിട്ട് ചുറ്റിയടിച്ച് വീശിക്കൊണ്ടിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം ആകാശത്ത് നിന്നുണ്ടായി. കൊടുങ്കാറ്റടിക്കുന്ന പോലെ ഒരു ശബ്ദം. ജെറുസലേമിലെ മർക്കോസിന്റെ അമ്മയായ മറിയത്തിന്റെ വീടാണത്, സെഗിയോൻ മാളിക. ആ സെഗിയോൻ മാളികയിൽ, ആ മാളികയുടെ മുകളിൽ ഈ കാറ്റ് വട്ടമിട്ട് വീശി. ഈ കാറ്റിങ്ങനെ വലം ചുറ്റി അടിക്കുകയാണ് ഈ കെട്ടിടത്തിന്റെ മുകളിൽ, ഈ ജെറുസലേമിന്റെ ആകാശത്തിൽ. അന്നാസിന്റെയും കയ്യാപ്പായുടെയും കൊട്ടാരത്തിലേക്ക് ഈ കാറ്റടിച്ചു കയറിയില്ല. പീലാത്തോസിന്റെ അരമന പ്രത്തോറിയത്തിലേക്ക് ഈ കാറ്റടിച്ചു കയറിയില്ല. എന്തിന് കൂടുതൽ പറയണം, ജെറുസലേം ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോലും ഈ കാറ്റടിച്ചു കയറിയില്ല. ഈ കാറ്റ് എവിടേക്ക് അടിച്ചെന്നറിയാമോ? 120 പാവപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, കർത്താവേ നീ പറഞ്ഞ തീ ഇറക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ അന്നാസിന്റെ കൊട്ടാരത്തെ ബൈപ്പാസ് ചെയ്ത്, ഹെറോദേസിന്റെ കൊട്ടാരത്തെ ബൈപ്പാസ് ചെയ്ത്, കയ്യാപ്പായുടെ കൊട്ടാരത്തെ, പീലാത്തോസിന്റെ കൊട്ടാരത്തെ, ജെറുസലേം ദേവാലയത്തെ, പുരോഹിതന്മാരുടെ വീടുകളെ, ലേവായരുടെ വീടുകളെല്ലാം ബൈപ്പാസ് ചെയ്ത് ഈ കാറ്റ് സെഗിയോൻ മാളികയുടെ മുകളിൽ വട്ടമിട്ട് വീശി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടുകൊള്ളുക. ഈ കാറ്റ് അത് ആ വീടിനകത്തേക്ക് അടിച്ചു കയറി. അത് വെളിയിൽ നിന്ന് അടിച്ചപ്പോ കാറ്റായിരുന്നു. കാറ്റ് വെളിയിൽ നിന്ന് അടിച്ചപ്പോ അത് കാറ്റായിരുന്നു. അടിച്ചകത്ത് കയറിയപ്പോ അത് തീയായി. അതെപ്പോഴും അങ്ങനെയാണ്. വെളിയിൽ നിന്ന് വരുമ്പോ ഇത് പരിശുദ്ധാത്മാവിന്റെ കാറ്റ്. എന്നാൽ ഒരുത്തന്റെ അകത്ത് ഇത് കയറിയാനുണ്ടല്ലോ, അവൻ തീയാവും. അവനെ പിന്നെ പിടിച്ചാ കിട്ടില്ല. ഈ കാറ്റടിച്ച് നിന്റെ ചങ്കിനകത്ത് കയറിയ നീ തീയാവും. കേരള സഭയിൽ നീയും നിന്റെ കുടുംബവും ഒരു തീയാവും. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേലും വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. ആത്മാവ് നൽകിയ ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ പറയും, ഈ വേദനയൊക്കെ മാറും, നിന്റെ രോഗം മാറും, നിന്റെ അസ്വസ്ഥത മാറും. നമുക്കിപ്പോ വേണ്ടത് തീയാണ്. തീ വരട്ടെ, തീ എല്ലാം കത്തിച്ചു കളയും. തീ വരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നിക്കോദെമോസിനോട് ഈശോ പറഞ്ഞു, യോഹന്നാൻ 3 കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശും. ചിലപ്പോ ഉണ്ടല്ലോ, നിന്റെ അടുത്ത് നിൽക്കുന്നവന്റെ മേൽ വീശും, അടുത്ത് നിൽക്കുന്നവന്റെ വീശും, പുറകിൽ മുമ്പിൽ നിൽക്കുന്നവന്റെ മേൽ ഈ കാറ്റ് വീശും. നീ ഇങ്ങനെ വരണ്ട് നിൽക്കും. അങ്ങനെ സംഭവിക്കരുത്. അതുകൊണ്ട് കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശും. ആഗ്രഹിച്ചോണം മക്കളെ, നിങ്ങൾ പ്രാർത്ഥിച്ചോണം.